ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. എങ്കിലും ദൈവം തന്ന ഒരു ആലോചന നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ, ദൈവസഭ, ഈ സൂമിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ പ്രാരംഭമായി അറിയിക്കുകയാണ്. ഈ രാത്രി ഓരോരുത്തരും പ്രാർത്ഥനയോടെ ആയിരിക്കണം. കർത്താവെ, എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഞാൻ വായിക്കാൻ പോകുന്ന കുറിവാക്യം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യമാണ്. അതിങ്ങനെയാണ് പറയുന്നത്: യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ അതുകൊണ്ട് നിർത്തുകയാണ്. ഈ ഭാഗത്ത് തന്നെ നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം ഇതേ ഭാഗം തന്നെ അതിന്റെ 7-ാം അധ്യായത്തിൽ നിന്ന് മർക്കോസ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 24 തൊട്ടുള്ള വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് എടുക്കട്ടെ. അവിടെയും ഇതേ ഭാഗം തന്നെ ഈ സഹോദരിയോട് ദൈവാത്മാവ് സംസാരിക്കുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. അത് 7-ാം അധ്യായത്തിന്റെ 24 തൊട്ടുള്ള ഭാഗമാണ്. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട സീദോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്ന ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ച് എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. നമ്മള് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുമ്പോൾ അത് അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഭാഗം കൂടെ എടുത്ത് ചിന്തിക്കുന്നത്. കർത്താവ് സീദോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചുവെങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സുറഫോനിക്യ ജാതിയിലുള്ള ഒരു യവന സ്ത്രീ ആയിരുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൻ അവളോട് അപേക്ഷിച്ചു. അപ്പോ നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം വായിക്കുന്നത്. കർത്താവ് ചെന്ന് സോറിന്റെ സീദോന്റെയും അതിർനാട്ടിൽ ചെന്ന് അവിടെ ഒരു വീട്ടിൽ കടന്നിട്ട് തന്നെ ആരും അറിയരുതെന്ന് വിചാരിച്ച് താൻ അവിടെ മറഞ്ഞിരിക്കാൻ നോക്കിയെങ്കിലും അവന് മറഞ്ഞിരിക്കാൻ സാധിച്ചില്ല. ആർക്കും തന്നെ വെളിപ്പെടുത്താതിരിക്കാൻ കർത്താവ് ശ്രമിച്ചെങ്കിലും അവിടെ മറഞ്ഞിരിക്കാൻ ആ കർത്താവിന് കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറയുന്നത്, നമ്മൾ ഇന്ന് രാത്രി വളരെ ഗൗരവമായിട്ട് എടുക്കണം. നമ്മുടെ പഴയ ആളുകൾ, പണ്ടുള്ള ആളുകൾ പറയുന്ന ഒരു വാക്കുണ്ട്, പഴഞ്ചൊല്ലാണത്. ആവശ്യക്കാരൻ ഔചിത്യമില്ലെന്ന് പറയും നമ്മുടെ മലയാള ഭാഷയിൽ. അപ്പൊ ഒരാവശ്യക്കാരൻ ഔചിത്യം നോക്കാറില്ല. നമ്മളല്ലാത്തപ്പോൾ നമ്മൾ എല്ലാവരോടും പറയും, നമ്മൾ പെരുമാറുമ്പോൾ നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ഔചിത്യം വേണം, യോഗ്യമായി പെരുമാറണം എന്നൊക്കെ നമ്മൾ കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. പെരുമാറ്റ ചട്ടം എങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഒരു മുറിയിലേക്ക് കയറുകയാണെങ്കിൽ ആ കയറുന്നതിന് മുമ്പേ ഒന്നീ കോളിംഗ് ബെൽ അമർത്തണം, അല്ലെങ്കിൽ നമ്മൾ അതേ നോക്ക് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയും. ഇതൊക്കെ നമ്മുടെ പെരുമാറ്റ ചട്ടത്തിൽ വരുന്ന. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ബ്രിട്ടനിലെ രാജ്ഞിയുടെ മക്കളൊക്കെ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയായി കഴിയുമ്പോൾ അവര് വിദേശ രാജ്യത്ത് എവിടെയോ ഒരു സ്ഥലത്ത്, എവിടാണെന്ന് ഞാൻ ആ സ്ഥലത്തിന്റെ പേര് മറന്നുപോയി, അവിടെ അയച്ചിട്ട് ഫിനിഷിംഗ് സ്കൂൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പം ഭക്ഷണ സമയത്ത് എങ്ങനെ പെരുമാറണം, ഓരോ ഫംഗ്ഷൻ വരുമ്പം അതിന് പറ്റിയ യോഗ്യമായ വസ്ത്രം ഏതാ, അത് ധരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിക്കും. അതിന് ഫിനിഷിംഗ് സ്കൂൾ എന്നാ പറയുന്നത്. അപ്പൊ ഒരു കാര്യം വരുന്നുണ്ടെങ്കിൽ ഇന്ന ഒരു ഫംഗ്ഷൻ ആണ്, ഒരു ബർത്ത്ഡേക്ക് നമ്മൾ ഏത് തരം സ്യൂട്ട് ഇടണം, ഒരു ഒഫീഷ്യൽ ഡിന്നർ ആണ്, അതിനെങ്ങനെ വസ്ത്രം ധരിക്കണം, ഡൈനിങ് ടേബിളിൽ പലര് കൂടിയിരിക്കുന്നിടത്ത് നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം അഭ്യസിക്കും. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ മലയാള ഭാഷയിൽ നമ്മൾ എപ്പോഴും പറയും, ആവശ്യക്കാരൻ ഔചിത്യമില്ല. ഔചിത്യമാണെന്ന് പറഞ്ഞാൽ നമ്മളതൊന്നും അത് യോഗ്യമായിട്ടാണോ അല്ലയോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല. അവന്റെ ആവശ്യത്തിന്റെ, അല്ലെങ്കിൽ അവന്റെ അത്യാവശ്യത്തിന്റെ, അല്ലെങ്കിൽ ഒന്നുകൂടെ ഇറങ്ങിപ്പറയുകയാണ്, അവന്റെ ഗതികേട് നിമിത്തം അവൻ ഇങ്ങനെയുള്ള കാര്യം ഒന്നും ശ്രദ്ധിക്കുക. അപ്പം സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് യേശു വാങ്ങിപ്പോയി. അപ്പൊ മറഞ്ഞിരിക്കാൻ കർത്താവ് ഇച്ഛിച്ചിട്ടു എന്ന് പറഞ്ഞ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ, ആരെയും അറിയിക്കാതെ ഒരു വീട്ടിൽ കടന്നിട്ടും കർത്താവിൻ അവിടെ ഉണ്ടെന്നറിഞ്ഞൊരു സ്ത്രീ ചെല്ലുമ്പോൾ
കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദൈവദാസിയാണ് ഒരു കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് എന്നോട് ഒരു അഭിഷിക്തൻ പറഞ്ഞു. വളരെ ശക്തമായി ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ഒരു അഭിഷിക്ത ദൈവദാസി പിന്നെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് രാവിലത്തെ തീരെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയാണേലും പിന്നെ ബൈബിൾ ക്ലാസ് എടുക്കാൻ വന്ന സമയത്ത് പ്രാർത്ഥന ലീഡ് ചെയ്യുമ്പം ആ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു, വല്ലഭന് പുല്ലുമായുധമെന്ന്. അപ്പോ ഒരു അഭിഷിക്തൻ അല്ലെങ്കിൽ ദൈവകൃപയുള്ളവൻ അത് ഒന്നുകൊണ്ട് ക്ഷീണിച്ചു പോകത്തില്ല. അവൻ അതിന്റെ കൃപയിൽ ശരണപ്പെടും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ നമുക്കൊരു കരുത്ത് വേണം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പറയുമ്പം കർത്താവ് പറയുന്നത്, എന്നെ അത് വളരെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതൊന്നും നോക്കുവോ ഒരു ക്രോസ് റെഫറൻസോ യാതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ദൈവം തന്ന ആലോചിച്ച് കർത്താവെ നിന്റെ ആത്മാവ് സംസാരിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ മാത്രമാണ് ഞാൻ നിങ്ങളുടെ നടുവിലേക്ക് വന്നിരിക്കുന്നത്. അവിടെ കർത്താവ് പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവനൊരു ഉപമ പറഞ്ഞു. അപ്പോ ഈ മടുപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ടു ഗിവ് അപ്പ്, അങ്ങ് ഗിവ് അപ്പ് ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് ഒരു നെഗറ്റീവ് ഫോഴ്സാണ്. എപ്പോഴും നമ്മൾ പ്രസംഗിക്കുമ്പോൾ ദൈവമക്കൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പിശാചെന്നും പ്രതിയോഗിയായ പിശാചെന്നും ഒക്കെ ഉള്ളത്. അത് നമ്മൾ വേദപുസ്തകം പഠിക്കുന്ന ഞാൻ കഴിഞ്ഞ ദിവസം ഒരിക്കൽ പിന്നെ ഈ കല്ലിശ്ശേരി എന്ന പ്രദേശത്ത് ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത്, കല്ലിശ്ശേരിയാണെന്ന് എൻ്റെ ഓർമ്മ, അവിടെ ഒരു ദേവദാസൻ എന്നോട് പറഞ്ഞു, ഈ ദൈവമക്കളെ കുറിച്ച് അവിടെയുള്ള സമുദായക്കാരോ മറ്റുള്ളവർ പറഞ്ഞു, ഈ പേപ്പട്ടികൾക്കൊന്നും അടങ്ങിയിരിക്കുക, പേ പിടിച്ച പട്ടി പോലെ ഇവരങ്ങ് നടക്കുകയാണെന്ന് ഏതാണ്ട് നമ്മളെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രസംഗ സമയത്ത് പറഞ്ഞു, അവര് പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. പട്ടിക്ക് പേ പിടിച്ചു കഴിഞ്ഞാൽ പട്ടി അത് യജമാനാണോ, വീട്ടിലെ ഇളയ മകനാണോ, അല്ലെ വീട്ടുകാരുടെ സ്വന്തക്കാരാണോ, ഇതൊന്നും നോക്കത്തില്ല. പേ കയറി കഴിഞ്ഞാൽ അത് കടിക്കും. ആത്മപൂർണ്ണൻ പ്രാന്തൻ എന്ന് പറഞ്ഞ പോലെ നമ്മള് ഔചിത്യം ഒന്നും നോക്കത്തില്ല. മരിച്ചു കിടക്കുന്നിടത്ത് നമ്മൾ പ്രസംഗിക്കും, നമ്മള് ഭവനപ്രതിഷ്ഠയ്ക്ക് നമ്മൾ പ്രസംഗിക്കും, നമ്മളെ ശിശുപ്രതിഷ്ഠയുണ്ട്, എവിടെല്ലാം അവസരം കിട്ടും അവിടെ എല്ലാം നമ്മൾ പറയാം. ഔചിത്യം നമ്മൾ നോക്കാറില്ല. പണ്ട് ഞാൻ MT ബോസ് നേരെ ഒരിക്കൽ പോയി. കാണാൻ പോയതല്ല, അവിടെ എൻ്റെ മലയാള സോഫ്റ്റ്വെയർ എന്ന് ഞാൻ കൊടുക്കുന്ന പത്രിക എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറാണ്. അപ്പം ആ സോഫ്റ്റ്വെയർ എടുക്കുന്നതിന് മുമ്പ് എഡിറ്റോറിയൽ ബോർഡിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഈ സോഫ്റ്റ്വെയറിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ അതിന് കയറുന്നതിന് മുമ്പേ അവിടുത്തെ മാർക്കറ്റിംഗ് മാനേജർ ഒരു വിഷ്ണു ഉണ്ട്, എന്നാൽ അദ്ദേഹം ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു ഒരു കിഡ്നി ഫെയിലിയർ ആയിട്ട്. വിഷ്ണു എന്നോട് പറഞ്ഞു, അന MT വാസുദേവൻ നായരൊക്കെ ഉണ്ട്, ഒന്ന് ഗ്രീറ്റ് ചെയ്തൊരു ഹായ് പറയണേന്ന് എന്നോട്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ കയറി എൻ്റെ മലയാള സോഫ്റ്റ്വെയറിന്റെ അതിന്റെ ബെനിഫിറ്റ്സും അതിന്റെ അഡ്വാൻറ്റേജസും ഒക്കെ ഇങ്ങനെ അങ്ങ് വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ ഇന്ത്യയെ ഗ്രീറ്റ് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ എന്റെ സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ് അതിന്റെ പ്ലസ് പോയിന്റ്സ്, മറ്റ് സോഫ്റ്റ്വെയറിനെ കഴിഞ്ഞ് എങ്ങനെയാണ് ഇത് ബെറ്റർ എന്നൊക്കെ അവരോട് പറഞ്ഞ് ധരിപ്പിക്കുന്ന അതിന്റെ ഒരു ആ മാർക്കറ്റിങ്ങിന്റെ ഇതിനകത്ത് അവിടെ MT ഉണ്ടോ ആരുണ്ടോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാൻ ഡെമോ കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നോണ്ടേ വേണു എന്നാ, വിഷ്ണു എന്നല്ല പുള്ളിയുടെ പേര്, വേണു എന്നോട് പറഞ്ഞു, ഞാൻ MTയെ ഗ്രീറ്റ് ചെയ്തില്ലേ. ഞാൻ പറഞ്ഞ സാരമില്ല വേണു, ഞാൻ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ പോയി ഹായ് പറയാം. അങ്ങനെ അദ്ദേഹം ആരോടൊന്നും മിണ്ടത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു അത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ക്യാബിനിൽ ചെന്ന് നോക്ക് ചെയ്തു. കയറി വാന്ന് പറഞ്ഞ് ഞാൻ അകത്തോട്ട് ചെന്നു. ഞാൻ അദ്ദേഹത്തോട് ഒരു കഥ പറഞ്ഞു. പറഞ്ഞെന്ന് പറഞ്ഞാൽ കാരൂരിന്റെ കൊടനന്നാക്കുകാരൻ എന്ന് പറഞ്ഞ ഒരു കഥയുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ. ഞാൻ ഇങ്ങനെയാ പറഞ്ഞു തുടങ്ങി, സർ കാരൂരിന്റെ കൊടനന്നാക്കുകാരന്റെ കാര്യം പറഞ്ഞതുപോലെ പത്രികയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പം അങ്ങേ ഒന്ന് ഹായ് പറയാൻ പോലും ഞാൻ മറന്നുപോയി. ഐ ആം സോറി എന്ന് പറഞ്ഞെ. പുള്ളി അങ്ങ് ചിരിച്ചു. ഒരിക്കലും ചിരിക്കാത്ത മനുഷ്യനാ പുള്ളി, പക്ഷെ അങ്ങ് ചിരിച്ചു. കാരണം ആ കാരൂരിന്റെ കൊടനന്നാക്കുകാരന്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു കാരൂർ എഴുതി ഒരു ചെറുകഥയാ. അതിനകത്തൊരു ബസ് സ്റ്റോപ്പിൽ ഒരു കൊടനന്നാക്കുകാരൻ ഇരിപ്പുണ്ട്. ആളുകൾ കൊണ്ടുവന്ന് കേടായ കുട അങ്ങോട്ട് കയ്യിലോട്ട് കൊടുക്കും. പുള്ളി അത് നൂർത്ത് നോക്കും, അത് നന്നാക്കും. നന്നാക്കിയ ഓണർ അവിടെ നിൽക്കും, അതങ്ങോട്ട് തിരിച്ചു കൊടുക്കും. അവര് ചില്ലറ പുള്ളിയുടെ മുമ്പിൽ ഇരിക്കുന്ന ആ പാത്രത്തിൽ ഇട്ടിട്ട് അവര് പോകും. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു യാത്രക്കാരൻ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നുള്ളതാണ് ആ കഥ. അപ്പൊ ഒരു ദിവസം അദ്ദേഹം അവിടെ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഈ കൊടനന്നാക്കുകാരന്റെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തോട് പറഞ്ഞു, ഏട്ടാ
തന്നെയായുള്ള ഒരുപാട് ഉപദ്രവിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏട്ടൻ എപ്പോഴും അങ്ങോട്ട് വരുന്നെന്ന് ചോദിച്ചു അവസാനം. അപ്പം ഈ കുടനന്നാക്കുകാരൻ അവരുടെ മുഖത്ത് നോക്കാതെ ചോദിച്ചു, ഞാൻ വരണോ, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരായോ എന്ന് ചോദിച്ചു. അതാണ് ആ കഥയുടെ സാരം. എന്ന് പറഞ്ഞാൽ കുടനന്നാക്കുകാരന്റെ മനസ്സിൽ കുട മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവളുടെ ഭർത്താവിനെ കുറിച്ചാ പറയുന്നു, ഒന്നും ചിന്തിക്കാതെ പുള്ളി ചോദിച്ചു, ഞാൻ അങ്ങോട്ട് വരണോ, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരായോ എന്ന് ചോദിച്ച് ആ കഥ പറഞ്ഞപ്പോ MGക്ക് ആ കഥ അറിയാം, അതുകൊണ്ട് MG അങ്ങ് ചിരിച്ചു. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉള്ളെങ്കിൽ ബാക്കി ഒന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മടുപ്പ് കൊണ്ടിട്ടെങ്കിൽ മാത്രമേ അവൻ ഗീവപ്പ് ചെയ്യത്തുള്ളൂ. അതൊരു വലിയ സത്യമാണ്, അത് നമ്മൾ പഠിക്കേണ്ട ഒരു സത്യമാണ്. ആത്മീയ ജീവിതത്തിൽ നാം പിടിച്ചു നിൽക്കണം, ടു ഹാങ് ഓൺ. സത്യത്തിൽ ഇയ്യോബിന്റെ പുസ്തകമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി ഗഹനമായ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടെങ്കിലും ഈ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത്, ഇയ്യോബ് പറയുന്നത്, നീ എന്നെ കൊന്നാലും ഞാൻ നിന്നെ വിട്ടിട്ട് പോകത്തില്ല. അപ്പം ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്ന ഭയങ്കരമായി അനുഭവിക്കാവുന്നത് മുഴുവൻ, അപ്പൊ ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും എന്ന് ദൈവം തന്നെ സാത്താനോട് പറയുന്നു. നീ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് പറഞ്ഞിട്ട് എന്റെ ദാസനൊക്കെ പറയാൻ അഭിമാനപൂർവ്വം പറയുന്നു. എന്നിട്ട് പറയുന്നതാണ്ട് അവനെ നോക്കിക്കേ, നേരുള്ളവനാ, നിഷ്കളങ്കനാ, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചു. അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം അകലുന്നവനും ഭൂമിയിൽ ഇല്ലല്ലോ. കണ്ടോ, അങ്ങനെ ഒന്ന് കെൻ യു ബിലീവ് ഇറ്റ്? അഖിലാണ്ടത്തിന്റെ ഉടയവനും സർവഭൂമിയുടെ നാഥനുമായ ഈ സർവശക്തനായ ദൈവം ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ്. നമ്മളൊക്കെ ഒരു സഭയിൽ ഇരുന്നുകൊണ്ട് പിന്നെ നമ്മുടെ സഭയുടെ പിന്നെ ഓവർസിയർ വരുവോ, അല്ലെ പ്രസിഡന്റ് വരുവോ, അല്ലെ ഡിസ്ട്രിക്ട് പാസ്റ്റർ വരുവോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രേഷ്ഠദാസ്, അല്ലെ വേറൊരാളെ വിളിച്ച് അവരെ ആദരിച്ച് ശ്രേഷ്ഠദാസി എന്നൊക്കെ പറയും. അത് നമ്മുടെ ഒരു ശൈലിയാണ്. ഒരു ശ്രേഷ്ഠതയും ഇല്ലെങ്കിലും നമ്മളെ സംസാരത്തിൽ അങ്ങനെയൊക്കെ പറയും. അത് യോഗ്യമായി സംസാരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇതാരാ പറയുന്നെന്ന് ഓർക്കണേ, യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. നോക്കിക്കേ, അപ്പൊ എല്ലാം പോരാട്ടാന്നൊന്നും പറയണ്ട കേട്ടോ. ഈ വരുന്നതെല്ലാം പോരാട്ടമാന്ന് പറഞ്ഞ് നമ്മളങ്ങ് ശീലിച്ചു പോയി. പക്ഷെ ഈ അബ്രഹാമിനെ ദൈവം പരിശോധിച്ചെന്നാ പറയുന്നത്, അല്ലെ? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു ആ പദം കിടക്കുന്നത്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചെന്ന് പറയുന്നത് അവിടെ പരിശോധിച്ചെന്ന. നിന്റെ ഏകജാതനായ പുത്രനെ, നീ സ്നേഹിക്കുന്ന മകനെ തന്നെ യാഗം കഴിക്കെന്ന് പറയുമ്പോൾ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു എന്ന് പറയുന്നു. അപ്പം ദൈവം പരിശോധിക്കുക. ദൈവം നമ്മളെ ഒരിക്കലും ടെസ്റ്റ് ചെയ്യത്തില്ല, അല്ലെ ടെംപ്റ്റ് ചെയ്യത്തില്ല. അതേസമയം പിശാചാ നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ ആ ടെംപ്റ്റേഷൻ കാരണം ടെംപ്റ്റേഷൻ വരുത്തുന്നത് ദൈവമല്ല. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ അബ്രഹാമെ എന്ന് വിളിച്ചു. അപ്പം ദൈവം പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പരിശോധിക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് നമ്മൾ പറയും. ദൈവമക്കളെ, ഞാൻ ഈ രാത്രി പറയുകയാണ്, എന്ത് പ്രതിസന്ധി വന്നാലും ടു ഹാങ് ഓൺ, പിടിച്ചു നിൽക്കാനുള്ള കൃപ. കഴിഞ്ഞ മോന്റെ മരണശേഷം ഞാൻ വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടെ ഒക്കെ പോയപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ, പിശാച് എന്നെ ദണ്ഡിപ്പിക്കാൻ നീ സമ്മതിക്കല്ലേ, പക്ഷെ നീ എന്നെ പരിശോധിക്കുന്നെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ നീ കൃപ എങ്ങനെ തന്നെച്ചാൽ മതി. മനസ്സിലായില്ലേ? ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. ബട്ട് ഇഫ് ഇറ്റ്സ് എ ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്, അതാണെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള കൃപ നീയാ തരേണ്ടത്. അത് മാത്രം മതി. അതുകൊണ്ട് ഈ പിന്നെ പൗലോസിനോട് പറയുമ്പോ പറഞ്ഞു, ആ ശൂലം അതവിടെ ഇരിക്കട്ടെ നിന്റെ ശരീരത്തെ, അതിന് പകരം ഞാൻ എന്തോ ചെയ്യാം, എന്റെ കൃപ നിനക്ക് തരാം. അപ്പൊ പൗലോസ് പറയും, എന്നോട് പറഞ്ഞ അതാ കൃപ തരാം. അങ്ങനെയാണെങ്കിൽ ആ കൃപയുണ്ടെങ്കിൽ ഈ ബലഹീനതയിൽ ദൈവശക്തി ഞാൻ അനുഭവിക്കും. അപ്പൊ ബലഹീനത വരുന്നിടത്ത് ദൈവ കൃപയുണ്ടെങ്കിൽ അത് പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നമുക്ക് പറയും. നമ്മൾ സാധാരണ മനുഷ്യന്റെ കൂടെ കുടഞ്ഞു കളയത്തില്ല. ഞാനിത് ഈ ഇയ്യോബിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പം സത്യം പറഞ്ഞ
എങ്ങനെ ഇങ്ങനെ ഒരു മനുഷ്യനെ ദൈവം ടെസ്റ്റിന് അങ്ങോട്ട് വിട്ടുകൊടുത്തേച്ച്? ചില സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പോലും നമ്മളിങ്ങനെ ഓർക്കും, അല്ല ചില വിഷയത്തിന് നമുക്ക് പെട്ടെന്ന് മറുപടി ഒന്നും കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഓർക്കും, എന്റെ മനസ്സിൽ ഒരു വലിയ വിഷ്വൽ ഉണ്ടാവും. ആ വിഷ്വൽ എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ ഈ പിന്നെ ഈ നമ്മളെ അങ്ങോട്ട് വിട്ടുകൊടുത്തേച്ച് നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുമെന്ന് പിശാച് ദൈവത്തോട് വാദിക്കും. ഇവളിത്ര വലിയ, നീ പറഞ്ഞല്ലോ ഇവള് നിന്റെ ദാസിയാണ്, നിന്റെ ഭക്തയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്നാ അപ്പൊ കണ്ടു, നീ അവളെ ഒന്ന് ദണ്ഡിപ്പിച്ചു നോക്ക്. അന്നേരം നിനക്കറിയാം അവൾ എന്തുവാ പറയാൻ പോകുന്നെന്നുള്ളത് നിനക്കറിയാം. അപ്പൊ ചില സമയത്ത് ഞാൻ ഒരു മറുപടി കിട്ടിയില്ല, ഞാൻ പറയും, എന്നെ പിശാചേ, ഞാൻ എന്റെ ദൈവത്തെ തള്ളിപ്പറയുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും പറയത്തില്ല. അപ്പൊ എന്നിട്ട് ഇയ്യോബ് പറഞ്ഞത് ഞാൻ ഏറ്റു പറയാം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ വിട്ടു പോകത്തില്ലെന്ന് പറയും. അപ്പൊ 37 അധ്യായം വരെ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും സ്നേഹിതന്മാർ അധിക്ഷേപിക്കുക എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് 38 വന്നിട്ട് കർത്താവ് ഇയ്യോബിനോട് ഒരു വാക്ക് പറയുന്നുണ്ട്. അനന്തരം ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് പറഞ്ഞു, ഞാൻ ഇനിയും ചോദ്യം ചോദിക്കാൻ പോവാ. ഇനി നീ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ ഉത്തരം പറയണം. ഒരുപാട് ചോദ്യങ്ങൾ നീ ചോദിച്ചു, നിന്റെ സ്നേഹിതന്മാർ ചോദിച്ചു, നിന്റെ ഭാര്യ പറഞ്ഞു ഇനിയെങ്കിലും നിനക്ക് അവനെ പറയരുതോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ പറയുന്ന എല്ലാം ഞാൻ കേട്ടു. ഇനി ഞാൻ ചില ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാൻ പോവാ, നീ എനിക്ക് അതിന് മറുപടി പറയണം. ആ ചോദ്യങ്ങൾ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ പിന്നെ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്കറിയാൻ വയ്യാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടോ. അനന്തരം യഹോവ ചുഴലിക്കാറ്റ് എന്ന് ഇയ്യോബിനോട് ഉത്തരം പറഞ്ഞു, ആരുമില്ലാത്ത വാക്കുകളാൽ ആലോചന ഇരുളാക്കുന്നവരിവരാ. നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളാം. ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയണം. ഞാൻ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു വന്നപ്പോൾ നീ കേട്ടോ, എന്റെ 8ാമത്തെ ഒക്കെ വാക്യം, ഗർഭത്തിൽ നിന്നെന്ന പോലെ സമുദ്രം ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആർ? കുറെ ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കാം. എന്നിട്ട് ഞാൻ ഈ പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയാം, മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണും. അപ്പൊ മാൻപേടയ്ക്ക് പ്രസവിക്കാൻ നേരം അതിനൊരു പ്രസവവേദന വരുമ്പോ അതിനൊന്ന് കരയണം, അത് കരഞ്ഞേ പറ്റത്തുള്ളൂ. പക്ഷെ ഈ മാൻപേടയുടെ ശബ്ദം കേട്ടാൽ അന്നേരമേ മറ്റു മൃഗങ്ങൾ, കാര്യം ഈ മാനിന്റെ ഇറച്ചിക്ക് ഭയങ്കര ടേസ്റ്റ് ആണെന്നാ പറയുന്നത്, മറ്റു മൃഗങ്ങൾ അന്നേരം വന്ന് ഇതിനെ ചാടിപ്പിടിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതിനെ ഈ നോവ് വന്നിട്ട് കരയാനും വയ്യ, കരയാതിരിക്കാനും വയ്യാതെ ഇരിക്കുമ്പോൾ, അതുകൊണ്ട് കർത്താവ് ചോദിച്ച മാൻപേടകളുടെ ഈറ്റുനോവ് നീ കാണുന്നു. സങ്കീർത്തനം 29:9 പറയാണ്, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുമെന്ന് അറിയാമോ? ആ യഹോവയുടെ ശബ്ദത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് മരുഭൂമിയെ നടക്കുന്നു, കാദേശ് മരുവിനെ നടക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാകുന്നു എന്ന് പറയുമ്പോ ഈ നോവ് അങ്ങോട്ട് വന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഇതിന് കരയാൻ വയ്യെന്ന, കരയാതിരിക്കാനും വയ്യാന്ന സമയത്ത് ഒരു ഇടിമുഴക്കം തമ്മിൽ. ആ ഇടിമുഴക്കത്തിന്റെ സമയത്ത് ഇതൊറ്റ കരച്ചിലും അതിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും കൂടായി. കെൻ യു ബിലീവ്? ഇതൊന്നും വിശ്വസിക്കാൻ നമ്മുടെ കോമൺ സെൻസ് എന്ന് പറഞ്ഞ നമ്മളിൽ മിടുക്കരാന്ന് പറയുന്ന നമ്മുടെ ബുദ്ധി നമ്മളെ അനുവദിക്കത്തില്ല. അനുവദിക്കുമോ? ഇല്ല. നമ്മൾ വലിയ ബുദ്ധിമാന്മാരല്ലേ, അല്ലേ? നമ്മുടെ വിചാരം നമ്മൾ വലിയ കഴിവുള്ളവരാണെന്ന്. ഈ കോവിഡ് എന്ന് പറഞ്ഞ ഈ ചിരിക്കാവുന്ന ഒരു ബാക്ടീരിയ എന്താ പഠിപ്പിച്ചു? നമ്മളെ എന്താ പഠിപ്പിച്ചു? കപ്പലണ്ടിയുടെ അത്രയുള്ള നമ്മുടെ ബുദ്ധി, പീനട്ട് ബ്രെയിൻ കൊണ്ട് ഒരു കാര്യവും സാധിക്കത്തില്ലെന്ന് പഠിക്കും, അല്ലേ? കർത്താവ് പറയുകയാണ്, മാൻപേടയ്ക്ക് പ്രസവ വേദന, ഈറ്റുനോവ് നീ കാണുമോ എന്ന് പറഞ്ഞ, അതിന് ഈറ്റുനോവ് വരുമ്പോൾ അതിനെ പ്രസവിപ്പിക്കുമാറാക്കത്തക്കവണ്ണം ഒരു ഇടിമുഴക്കിയിട്ട് ഒരു പുൽക്കൊടിയുടെ നിശ്വാസങ്ങൾ അറിയുന്ന ഒരു ദൈവം, നമ്മുടെ ദൈവം. അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും മടുപ്പുവാൻ ഒക്കത്തില്ല. കാരണം ദൈവം നമ്മളെ കൈവിടത്തില്ല,
ദൈവം നമ്മളെ ഉപേക്ഷിക്കത്തില്ലെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ അകത്ത് വേണം, അല്ലെങ്കിൽ നമ്മൾ മടുത്തു. അതുകൊണ്ടാണ് കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ. മടുപ്പെന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ പ്രോബ്ലമാണ്. ഒരിക്കൽ ഞാൻ ഏതോ ഒരു രാജാവ്, ഞാൻ ആ പേരെല്ലാം മറന്നുപോയി, അദ്ദേഹം ഒരു യുദ്ധത്തിൽ തോറ്റിട്ട് എന്തോ ശത്രുക്കൾ പുറകെ വന്നപ്പോ ഓടി ഒരു ഗുഹയിൽ കയറി. അപ്പൊ ഗുഹയിൽ ഇവര് പുറകെ ഓടുക, പുള്ളിയെ പിടിക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ആ ഗുഹയിൽ ഇരിക്കുമ്പം രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒരു ചെലന്തി ഇങ്ങനെ വല കെട്ടിയിട്ട് ഇവർ കെട്ടിടത്തിനകത്തൂടെ കയറി. പക്ഷെ ഒരു മുറിയുടെ അവിടെ വന്നപ്പോ മുഴുവൻ ചെലന്തി വലയായിരുന്നു. ചെലന്തി വല അവിടെ അങ്ങനെ കണ്ടപ്പോ അതിനകത്ത് ആള് കയറാൻ ഒക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരങ്ങ് തിരിച്ചു. നോക്കിക്കേ, ഒരു ചെലന്തി വല കൊണ്ട് ഒരു മനുഷ്യന്റെ പ്രാണനെ രക്ഷിക്കാൻ ദൈവത്തിന് മനസ്സാണെങ്കിൽ ഓടി വന്നിവനെ പിൻപറ്റിയവരെല്ലായിടത്തും നോക്കിയിട്ട് ഒരു മുറിയുടെ വാതിക്കൽ മുഴുവൻ ചെലന്തി വല കണ്ടിട്ട് ഓടിപ്പോയി. മറ്റൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുപോലെ ഒരു മനുഷ്യൻ അങ്ങനെ നോക്കുക, ഇതിൽ തന്നെ ആയിരിക്കണം അത്, ചെലന്തി വല കെട്ടുന്നത് കണ്ടുകൊണ്ടിരുന്നു. ചെലന്തി ഒരു പ്രാവശ്യം ചാടി, 2 പ്രാവശ്യം ചാടി, 6 പ്രാവശ്യം ചാടിയിട്ട് ഇതിനപ്പുറത്തോട്ട് ചെന്ന് ചാടി വല കെട്ടാൻ പറ്റുന്നില്ല. പക്ഷെ 7ാമത്തെ പ്രാവശ്യം അത് ചാടി ആ വല അത് കെട്ടി. അപ്പോ എത്ര പ്രാവശ്യമാണെങ്കിലും ഗീവ് അപ്പ് ചെയ്യരുത്, മടുത്തു പോകരുത്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയുടെ പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ലെങ്കിൽ ഇല്ല എങ്കിലും, കേട്ടോ, അവൻ തന്നെ കുറിച്ച് തന്നെ അവൻ തന്നെ പറയാ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലെങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്റെ മുഖത്തടിക്കുക എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പി. കേട്ടോ, ഒരു അനീതിയുള്ള ന്യായാധിപൻ പറയാണ്, അവള് പ്രതിക്രിയ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ഇവള് വന്ന് എന്റെ മുഖത്തടിക്കും, അതിനു മുമ്പേ ചെയ്തു കൊടുക്കാമെന്ന് അനീതിയുള്ള ന്യായാധിപൻ പറഞ്ഞെങ്കിൽ, ഉള്ളുകൊണ്ട് പറഞ്ഞെങ്കിൽ കേൾപ്പീൻ, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനസ്സിലാകുന്നോ? എന്നിട്ട് തമ്പുരാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ബൈബിള് കയ്യിലുണ്ടെങ്കിൽ അതിന് അടിവരെ ഇടണം. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞുകൊണ്ട് അതിന്റെ മർമ്മം അതാണ്. പിടിച്ചു നിൽക്കണമെങ്കിൽ, ഹാങ് ഓൺ ചെയ്യണമെങ്കിൽ, ഒരു ഉത്തരം കിട്ടുന്നത് വരെ വേണമെങ്കിൽ, അങ്ങനെ ചെയ്യണമെങ്കിൽ വാസ്തവമായിട്ടും എന്ത് വേണം? വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ. അസത്തിൽ ഒരിക്കൽ കർത്താവ് തന്റെ ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന്. അപ്പൊ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പം ഇതുപോലെ ഒരു ഉദാഹരണമാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തുകൊണ്ട്. ആ കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നിട്ട് അവിടെ അവന് ആവശ്യത്തിനുള്ള ഭക്ഷണമൊന്നും ഇല്ലാതെ വന്നപ്പോൾ തന്റെ സ്നേഹിതന്റെ അടുത്ത് ചെന്നിട്ട് സ്നേഹിതനോട് ഒരു സഹായം ചോദിച്ചു, എന്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, കുറച്ച് ഭക്ഷണം കൊടുക്കണം, നീ എനിക്ക് ഭക്ഷണം എടുത്ത് തരണമേ എന്ന് പറഞ്ഞപ്പം ഈ സ്നേഹിതൻ പറഞ്ഞു, എനിക്കിപ്പോ എഴുന്നേക്കാൻ ഒക്കത്തില്ല, എന്റെ ശിഷ്യന്മാര്, അത് ഞാൻ അത് ലൂക്കോസിന്റെ സുവിശേഷം 11:5 തൊട്ടാണ് ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്ത സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പറയാണ്, പിന്നെ അവൻ അവരോട്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ വന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ ഒരു സ്നേഹിതൻ ആ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുക്കാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ
എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുകയാണ്, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും കേട്ടോ. അവൻ ചോദിച്ചത് എന്താ ചോദിച്ചത്? 3 അപ്പമേ ചോദിച്ചുള്ളൂ. 3 അപ്പമേ ചോദിച്ചുള്ളൂ. ഈ രാത്രി ഇതൊക്കെ ഒരു ദൂത ദൈവസഭയോടും ദൈവജനത്തോടും ഞാൻ പറയും. നീ ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ, പക്ഷെ അത് ലഭിക്കണമെങ്കിൽ ലജ്ജ കൂടാതെ മുട്ടുവാൻ, മടുത്തുപോകാതെ ചോദിക്കാൻ ഈ പഠിച്ചേ പറ്റുള്ളൂ. 3 അപ്പം ചോദിച്ചെടുത്ത് അവൻ പറയാണ്, എഴുന്നേറ്റ് അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും. ഇതൊരു വലിയ ദൂത, അന്ന് പറയുന്ന ദൂത് നിങ്ങൾ എഴുതിയിട്ടോണം. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പൻ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പൻ ചോദിക്കുകയാണ്, അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കും? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കും? അല്ല, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കും? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും. നമ്മുടെ കംഫോർട്ടർ, നമ്മുടെ കൗൺസിലർ, നമ്മുടെ ഹെൽപ്പറായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരുമ്പോൾ നമ്മുടെ ഏത് ആവശ്യത്തിനും നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യാൻ ദോഷികളായ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് ലജ്ജ കൂടാതെ മുട്ടാൻ പഠിക്കണം. ഡോണ്ട് ഗീവ് അപ്പ്. ഈ രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു ദൂത് വ്യക്തമായി സ്പഷ്ടമായിട്ട് വിളിച്ചു പറയാണ്. മടുത്തു എന്ന് പറയുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ഈ രാത്രി ആ പദം നിന്റെ നാവിൽ നിന്ന് എടുത്തു കളയാൻ. ആ പദം പറയരുത്, ആ പദം ഉപയോഗിക്കരുത്. മടുത്തെന്നൊരു വാക്ക് നീ പറയരുത്. പണ്ടൊരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം, ഞാൻ അന്നേരം ഒന്നും ഇങ്ങനെ എൻ്റെ മോന്റെ മരണമോ എനിക്ക് ശാരീരിക ക്ലേശമോ ഇങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ഒരിക്കൽ പറഞ്ഞു, മടുത്തെന്നൊരു വാക്ക് നീ പറഞ്ഞാൽ ഞാൻ മറ്റൊരാളെ എഴുന്നേൽപ്പിക്കും. ഞാൻ എന്തെല്ലാം വന്നിട്ട് നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരുപക്ഷെ ഒരു പുസ്തകം എഴുതുമായിരിക്കും, അല്ലെ വിശദമായിട്ട് ഞാൻ പറയും. ഇപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഇന്ന് വരെ മതി കർത്താവെന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, പറയത്തുമില്ല. അവൻ ആരെ എനിക്കെന്നറിയാം. എന്റെ കുഞ്ഞിന്റെ മരണസമയം കഴിഞ്ഞു. ഞാൻ ഒറ്റക്കാരി പറഞ്ഞു, അപ്പാ ഞാൻ കരയാൻ പാടില്ല, നീ പറഞ്ഞു നീ എടുക്കുമെന്ന്. 1 അല്ല 2 അല്ല 3 പ്രാവശ്യം പറഞ്ഞേച്ചാ അത് നിന്റെ തീരുമാനം. പക്ഷെ ഒറ്റക്കാര്യം, ഞാൻ കരയാൻ പാടില്ല. ആരെവിടെ വന്നാലും അവർ നിന്റെ സാന്നിധ്യം അറിയും. ഞാൻ സേവിക്കുന്ന ദൈവം ആരാണ്? അവർ നിന്റെ സാന്നിധ്യം അറിയണം. എനിക്ക് ആളുകളുടെ അനുശോചനം വേണ്ട. എന്റെ അപ്പന്റെ അടുത്തോട്ട് എന്റെ മകൻ, അവനെ എനിക്ക് ഇനിയും കാണാൻ തക്കവണ്ണം അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്ന എന്റെ അപ്പന്റെ അടുത്തോട്ട് എന്റെ കുഞ്ഞു പോയതിന് അനുശോചനം പറയാൻ ലജ്ജയില്ലേ? നാട്ടുകാര് പറയട്ടെ, ജാതികൾ പറയട്ടെ, നീ ഞാനും മേലലപ്പുറം ഉപയോഗിച്ചേക്കരുത്. അവിടെ നിത്യതയിൽ കാണും. അതിനുവേണ്ടി
കഴിഞ്ഞ ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ എന്നോട് കർത്താവ് പറയാം, വളരെ കാഷ്വലായിട്ട് പറയും, നിന്റെ മോനെ ഞാൻ എടുത്തെന്ന് നീ വലിയ സങ്കടമൊന്നും പറയണ്ട, എന്റെ മോനെ നിനക്ക് തന്നില്ലെന്ന്. ഞാൻ അന്നേരം ശരിക്കും അന്നേരം അതിന്റെ ആഴം അങ്ങോട്ട് മനസ്സിലായി. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നാണ്, അതോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ഈ എന്നോട് പിണങ്ങല്ലേ കുര്യാക്കോസ് പാസ്റ്ററും നിങ്ങളാരും എന്നോട് പിണങ്ങല്ല. ഈ പുതിയ ഒരു ജനറേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഫയലെല്ലാം ഒപ്പിട്ട് കൊണ്ട് തരാനാണോ കർത്താവ് ഇരിക്കുന്നത്? അല്ല, എനിക്കറിയാഞ്ഞിട്ട് ചോദിക്കും, നമ്മൾ ഈ കർത്താവിനെ എങ്ങനെയാ കണ്ടേക്കുന്നത്? എടാ, ഇരമ്യാവിനോട് പറഞ്ഞു, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ട് തെരഞ്ഞെടുത്ത് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചെന്ന് പറയുമ്പോൾ എന്നെ നിന്നെയും കുറിച്ച് ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടായിട്ടല്ലേ നമ്മളെ തെരഞ്ഞെടുത്തേക്കുന്നത്? അതോ നീ വരച്ചു കൊടുക്കുന്ന പ്ലാൻ ഇങ്ങോട്ട് ഇങ്ങനെ ഒപ്പിട്ട് തരാനാണോ ദൈവം ഇരിക്കുന്നത്? ആണോ? അതൊക്കെ ഒരു തരം ഇനി അത് പറഞ്ഞു ഇനിയും പേര് വെട്ടാൻ നടക്കും. അല്ലെ തന്നെ എങ്ങനെയാ പേര് വെട്ടുന്നതും കണ്ടുകൊണ്ട് നടക്കും. അല്ല, പേരൊന്നും വെട്ടിയാലും സ്വർഗത്തിൽ പുസ്തകത്തിൽ ജീവന്റെ പുസ്തകത്തിലെ പേര് ഏതായാലും വെട്ടാനൊക്കത്തില്ല. ഇവിടൊക്കെ ആര് വെട്ടിയാലും അങ്ങനെ ഒരു ക്രൂണമുണ്ട് കേട്ടോ. മുകളിലത്തെ പുസ്തകത്തിൽ നിന്ന് ആർക്കും വെട്ടാം. പണ്ട് മാർത്തോമ, ഞാൻ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മാർത്തോമയിൽ മെത്രാപ്പോലിത്ത കാര്യം, എന്റെ വല്യപ്പൻ കൊച്ചിപ്പൻ മാമാപ്പിളയുടെ അനിയന 16 ഏക്കറിൽ പള്ളി പണിത് ഇതിനകത്തുനിന്ന് ആദ്യമായിട്ട് ഇങ്ങോട്ട് മാർത്തോമ സഭയിലേക്ക് കണ്ടത്തിക്കാരുടെ കൂട്ടത്തിൽ നിന്ന് വന്ന് പള്ളിയൊക്കെ പണിത് നിക്കോൾസൺ സ്കൂളിന് സ്ഥലം കൊടുത്ത് മദാമാരെ കൊണ്ടുവന്ന് മിഷണറി സ്കൂൾ ഉണ്ടാക്കി. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പം ആ മാർത്തോമ സഭയുടെ വലിയൊരു മേനേന് പറയുന്ന അതിനുവേണ്ടി ജീവിതം ഹോമിച്ച് ആണ്ടോടാണ്ട് കൺവെൻഷൻ നടത്തുകയൊക്കെ ചെയ്യുന്ന മനുഷ്യനായിരുന്നു കൊച്ചിപ്പൻ മാപ്പിള. അപ്പൊ കൊച്ചിപ്പൻ മാപ്പിളയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞാൽ പിന്നെ അത് വലിയ ചോദ്യമാകും, സമുദായത്തിന് തന്നെ വലിയ പ്രശ്നമൊക്കെ ആവുന്നുണ്ട്. തിരുമേനി എനിക്കൊരു കത്ത് കൊടുത്തയച്ചു. കത്ത് അയച്ചത് ഇങ്ങനെയാണ്: പിന്നെ സഭയുടെ ചട്ടങ്ങൾ ലംഘിച്ച് പുനർസ്നാനം സ്വീകരിച്ച് ഇതര മാർഗക്കാരുമായി കൂടി നടക്കുന്നത് കൊണ്ട് സഭയിൽ നിന്ന് മുടക്കാതിരിക്കാനുള്ള കാരണം ബോധ്യപ്പെടുത്തുന്നു. ഞാൻ കർത്താവിന്റെ ആസം വിചാരിക്കും ഇവിടെ ഇത്രയും അഹങ്കാരിയാണെന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വിളിക്കത്തില്ലായിരുന്നു എന്ന് വേണേ വിചാരിച്ചുകളെ. എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മാർഗത്തിൽ വന്ന് ഈ സത്യമൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഉശിരായി. എനിക്ക് ഒന്നാമത് 4 ആങ്ങളമാർ ചട്ടം ആങ്ങളമാരുടെ കൂടെ വളർന്നുകൊണ്ട് പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം എനിക്കില്ല. 10 വയസ്സ് വരെ ഞാൻ ആണുങ്ങളുടെ ടീഷർട്ടും ഷോർട്ട്സും ഇട്ടുകൊണ്ട് നടക്കുന്നൊരു അമ്മ പറയും നീ പെണ്ണല്ലേ എന്ന് പറയുന്നത് എനിക്ക് കേൾക്കുന്നതോടെ ദേഷ്യം. അപ്പൊ അത് കാരണം ഈ ഭയങ്കര തന്റെ അടി അന്നേരം. അപ്പൊ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് ഒന്നും കൂടെ അങ്ങ് ചങ്കൂറ്റമായി. അപ്പൊ ഞാൻ നല്ലൊരു കത്ത് എഴുതി തിരുമേനിക്ക് കൊടുത്തയച്ചു. ഞാൻ പറഞ്ഞു, വാസ്തവമായിട്ടും എന്നെ മുടക്കാനുള്ള കാരണങ്ങൾ, മുടക്കാതിരിക്കാനാ തിരുമേനി കാരണം ചോദിച്ചു, പക്ഷെ മുടക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്ന്. എന്നിട്ട് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് സ്നാനം എന്താണെന്നും അത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നും ഞാൻ പറഞ്ഞു. തിരുമേനി വിചാരിച്ചാൽ എന്നെ മാർത്തോമ പള്ളിയിൽ ഒരു 6 അടി സ്ഥലം തരത്തില്ലെന്നല്ലേ ഉള്ളൂ അല്ലെ? ഞാൻ ഇന്ന് വരെ ജീവിച്ചിട്ട്, അന്നേരം എനിക്ക് 49-50 വയസ്സെല്ലാണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ ജീവിച്ചിട്ട് ഒരു ശവവും വഴി കിടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അതാരെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടും, മുനിസിപ്പാലിറ്റി ആണെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടും. പക്ഷേ എന്റെ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലും എന്നാ വേദപുസ്തകം പറയും. പിന്നെ തിരുമേനി ഇപ്പൊ എന്റെ ഈ പള്ളിയിലെ പേരങ്ങ് വെട്ടിയാലും ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേരുണ്ടെന്ന് ഞാൻ. അതുകൊണ്ട് സ്നാനം ഒരു സത്യമാണെന്നും അത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നും എല്ലാം ബൈബിളിൽ ഞാൻ എഴുതി എന്നിട്ട് അക്നോളജ്മെന്റ്, അതിനും അത് സ്വീകരിച്ചെന്നുള്ളതിന് അക്നോളജ്മെന്റ് ബുക്കിനകത്ത് വെച്ച് കൊടുത്ത് ഒപ്പിട്ട് ഞാൻ മേടിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മാർത്തോമ പള്ളിയിലെ, അവരുടെ മാർത്തോമ പള്ളിയിലെ 2 അച്ഛന്മാർ ഇവിടെ വന്ന്, അടുത്ത വീട്ടിലെ ഡാഡിയുടെ എന്റെ ഹസ്ബൻഡിന്റെ കസിൻ ഒരാൾ മരിച്ചിടത്ത് കയറി വെച്ച് ഇവിടെ വന്നു. 2 എണ്ണവും ഒരച്ഛന്റെ ഭാര്യയുണ്ട്. വ്യക്തമായിട്ടിരുന്ന് എന്റെ സാക്ഷ്യം മുഴുവൻ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ അച്ഛാ, ഇനി അച്ഛന്റെ രക്തത്തിന് എന്നോട് ചോദിക്കത്തില്ല, ഞാനുള്ളതെല്ലാം പറഞ്ഞു. ഇനി കേട്ടില്ലെന്നും ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലെന്നൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു. ഒരൊറ്റ മണിക്കൂർ ഇരുന്നു 2 പേരും ഒരു വാക്കുപോലും സംസാരിക്കാതെ മുഴുവൻ കേട്ടോണ്ട്. മനസ്സിലായില്ലേ? ഒന്ന്, അബദ്ധവശാൽ ആരും വെല്ലിക്കോസി വന്നിട്ടില്ല കേട്ടോ. അബദ്ധവശാൽ നമ്മൾ ആരും വന്നിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഞാൻ ആയിരിക്കുന്ന കൃപയാൽ അത്ര.
ആണ് ഈ സ്വോത്രം പറയുന്നത് കാർ കിട്ടുമ്പോഴല്ല കേട്ടോ. സ്വോത്രം പറയുന്നത് പെണ്ണിനെ ഒരു വിദേശത്തു നിന്ന് ഒരു ആലോചന വരുമ്പോഴും അല്ല കേട്ടോ. സ്വോത്രം പറയുന്നത് അല്ലെങ്കിൽ വീസ അടിച്ചു കിട്ടുമ്പോഴല്ല. സ്വോത്രം പറയുന്നത് കർത്താവേ, ഒരു യോഗ്യതയുമില്ലാത്തടത്ത് നിന്റെ മുൻനിർണയപ്രകാരം എന്നെ വിളിച്ച് വേർതിരിച്ച് ഈ സുവിശേഷത്തിന്റെ തേജസ് എനിക്ക് ജ്ഞാനികൾക്കും പ്രഭുക്കന്മാർക്കും മനസ്സിലാക്കാൻ കഴിയാഞ്ഞത് നീ എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ. മനസ്സിലായില്ലേ? ജ്ഞാനികൾക്ക് ഇത് മനസ്സിലായില്ല. ആയിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ ക്രിസ്തുവിനെ ക്രൂശിക്കത്തില്ല. അപ്പൊ ഇത് നമുക്ക് ഗ്രഹിപ്പിച്ചു തന്നു എന്ന് പറയുമ്പോ എങ്ങനെ സ്വോത്രം പറയാതിരിക്കും? ഇത് ഇവിടുത്തെ, ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ ഡിസ്ട്രിക്റ്റിലെ കളക്ടർമാർ ഒത്തിരി പേരുണ്ട്, അവരുടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. മനസ്സിലായോ? ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിന് ഒരാൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഞാൻ കോടിയേരി ബാലകൃഷ്ണന്റെ അടുത്ത് പോയി. അപ്പം ഞാൻ ആ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം, ഇപ്പൊ ഞങ്ങള് കുടുംബമായിട്ട് കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ്. PT പുന്നൂസ് എന്റെ പിതാവിന്റെ ജ്യേഷ്ഠനാ. അപ്പം എന്റെ മൂത്ത ബ്രദർ സഖാവ് കൊച്ചിപ്പൻ, എന്റെ പിതാവ്, ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ചവരാ. അപ്പം ഞാൻ പറഞ്ഞു, സർ, ഞാനിത് ദൈവത്തെ സാക്ഷി നിർത്തിയാ പറയുന്നത്, ആ മനുഷ്യന് ഒരു തെറ്റും ചെയ്തു. അടുത്ത വായിക്ക് പുള്ളി എന്നോട് പറഞ്ഞു, ഇനി അങ്ങക്ക് ദൈവത്തിൽ വിശ്വാസമില്ലല്ലോ. അടുത്ത വായിക്കുള്ളൂ. എന്നാ പോയി പിണറായി സാറിനെ കാണാം. ഞാൻ പറഞ്ഞു, എന്നെ പോയി കാണാമെന്ന്. പോയി കാണുകയും അദ്ദേഹം ശ്രദ്ധ വെച്ച് കേൾക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഇത് ഗ്രഹിച്ചു കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യപദവി. നമുക്കിത് സുവിശേഷത്തിന്റെ തേജസ് ശോഭിക്കാതെ വണ്ണം അവിശ്വാസികളുടെ മനസ്സ് അവൻ കുരുടാക്കി കേട്ടോ. ഇന്ന് വിദ്യാഭ്യാസം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നും നമുക്കിത് പിടികിട്ടത്തില്ല. ഇത് പിടികിട്ടണമെങ്കിൽ ഈ സുവിശേഷത്തിന്റെ തേജസ് ദൈവം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് തന്നെങ്കിൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നമ്മൾ പഠിച്ചത് കൊണ്ടോ ഡോക്ടറേറ്റ് എടുത്തത് കൊണ്ടോ ഒന്നും ഇത് പിടികിട്ടത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമുക്ക് ഗ്രഹിപ്പിച്ചു തന്നെന്നോർക്കുമ്പോ എങ്ങനെ ദൈവത്തിന് നന്ദി പറയാതിരിക്കാൻ ഒക്കത്തില്ല. കർത്താവേ, ഒന്നും ഇത് ജ്ഞാനികൾക്ക് പിടികിട്ടാഞ്ഞ കാര്യം, ദൈവമേ, ഇത് പ്രഭുക്കന്മാർക്കും ശ്രേഷ്ഠന്മാർക്ക് പോലും പിടികിട്ടാഞ്ഞ ഇത് നിന്റെ ആത്മാവിനാൽ എന്നെ ഇത് ബോധ്യമാണ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരാൾക്ക് ഇത് ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ അവർക്ക് ഇത് ബോധ്യമാകത്തുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാത്തവർക്ക് ഇത് ബോധ്യമാകത്തില്ല. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞ് ജ്ഞാനികൾക്കും പ്രഭുക്കന്മാർക്കും പോലും വെളിപ്പെടാഞ്ഞ ഒരു കാര്യം കണ്ടോ. അതാണ് അവിടെയാണ് സുവിശേഷത്തിന്റെ തേജസ് ഹൃദയത്തിൽ ശോഭിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം. അതാ, സുവിശേഷത്തിന്റെ തേജസ് ഹൃദയത്തിൽ ശോഭിച്ചില്ലെങ്കിൽ നമുക്കിത് പിടികിട്ടത്തില്ല. ഇത് പിടികിട്ടാൻ വലിയ പ്രയാസം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കണ്ടോ, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. 2 കൊരിന്ത്യർ 4:4 ഞാനീ പറയുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഉണ്ടോ? മൈൻഡ്, അതാണ് അതിന്റെ വലിയൊരു പ്രശ്നം. മനസ്സ് ബ്ലോക്ക് ചെയ്ത്. അപ്പൊ നമുക്ക് ദൈവം ഇത് മനസ്സിലാക്കി തന്നെങ്കിൽ, ഈ സുവിശേഷത്തിന്റെ തേജസ് മനസ്സിലായെങ്കിൽ, ഏത് പ്രതിസന്ധിയുടെയും മധ്യത്തിൽ ഗിവപ്പ് ചെയ്യരുത്. ഞാൻ ദൈവസ്നേഹത്തിൽ അപേക്ഷിക്കുന്നതാണ്. പിടിച്ചു നിൽക്കാനുള്ള കൃപ വേണം. പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ ദൈവശക്തി നമ്മൾ അനുഭവിച്ചറിയണമെങ്കിൽ നമുക്കൊരു ബലഹീനത ഉണ്ടെങ്കിൽ മാത്രമേ അത് അനുഭവിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഈ ബലഹീനത വരുന്നത് നല്ലതാ. കാരണം എന്താന്ന് വെച്ചാൽ ദൈവശക്തി നമ്മൾ അനുഭവിച്ചറിയാൻ പറ്റും. ബലഹീനത വന്നെങ്കിൽ മാത്രമേ നമുക്കതിന്റെ ആ ദൈവശക്തി മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് ആ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മടുത്തു ഞാൻ അതിയായി നിഗളിച്ചു പോയി. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ എന്ന് പറഞ്ഞിട്ട്, അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു.
അപ്പം ഈ പറയുന്ന മനുഷ്യൻ പറയുന്ന പ്രശംസിക്കുന്ന പ്രയോജനമില്ലെങ്കിലും അത് ആവശ്യമായി വന്ന് കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറവാൻ പോകുന്നു. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോട് കൂടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. അപ്പോ ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിച്ചിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെ കുറിച്ച് എനിക്ക് പ്രശംസിക്കാം, എന്നെ കുറിച്ച് എനിക്ക് പ്രശംസിക്കാനില്ലെന്ന് പറയുന്ന മനുഷ്യൻ. അപ്പൊ എന്തൊരു ആത്മമണ്ഡലത്തിൽ, എന്തൊരു ഉയരങ്ങളിലിരിക്കുന്ന ഒരു മനുഷ്യന് ശരീരത്തിൽ ഒരു ശൂലം വന്നപ്പോൾ, ദൈവമക്കളെ ഇന്ന് രാത്രി ഞാൻ സ്പഷ്ടമായും വ്യക്തമായിട്ടും പറയാം, പിശാചെന്ന് പറയുന്ന നമ്മുടെ പ്രതിയോഗിക്ക് നമ്മളെ ഒരു ചുക്കം ചെയ്യാൻ കഴിയത്തില്ല. വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ ആത്മാവ്, അറിയാമോ, കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, അവനോടുകൂടെ നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നേ. മനസ്സിലാവുന്നുണ്ടോ? ആ അവനോടുകൂടെ നമ്മളെ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നേ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം ഇങ്ങനെ, ഞാൻ ഇന്ന് ഇതൊന്നും വായിക്കാതെ കയറി വരുന്നത് ഞാൻ എടുക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ള അല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങൾ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോ നമ്മളെ പഴയ മനുഷ്യൻ മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിലാ മറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഇവൻ എന്നാ ചെയ്യുമെന്നാ പറയുന്നേ? അവൻ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? കോവിഡ് വരൂ, കോവിഡ് എന്നങ്ങ് ശ്വാസം മുട്ടി ചത്തുപോകും. അത് നിന്റെ പ്രാണനെ വിട്ടുകൊടുക്കാൻ ദൈവം തീരുമാനിച്ചെങ്കിൽ മാത്രമേ ശ്വാസം പോകും. ഇല്ലെങ്കിൽ എന്തെല്ലാം സംഭവിച്ചാലും നിന്റെ പ്രാണനെ തൊടാനൊക്കത്തില്ല. നിന്റെ പ്രാണൻ അവന്റെ പാണ്ടത്തിൽ കെട്ടിയിരിക്കുക. നമ്മളെല്ലാം ജനിക്കുമ്പോൾ നമ്മുടെ മരണവും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ വിചാരം നമ്മൾ എന്തെങ്കിലും പറ്റിയോണ്ട് പിശാച് അങ്ങനെ ദൈവം അനുവദിക്കാതെ നിന്റെ തലയിലെ ഒരു തലമുടി നാര് കൊഴിയുന്നില്ല. ഉണ്ടോ? അതുകൊണ്ട് കർത്താവ് ചോദിച്ചു, ഏറി കുരുങ്ങിയക്കൾ നിങ്ങൾ വിശ്വാസ്യതയുള്ളവരല്ല അല്ലേ? അപ്പൊ ദൈവത്തിന്റെ അനുവാദമില്ലാതെ നമുക്കൊന്നും പറ്റില്ല. ഇനി നമ്മൾ അങ്ങോട്ട് പറയാ, എനിക്കൊരു 110 വയസ്സ് വരെ, ഞാൻ എപ്പോഴും പറയും, കർത്താവ് വേല വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് തികയ്ക്കണം, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പ്രിയം വെച്ച കർത്താവിന്റെ അടുത്തോട്ട് പോകുന്നത് എനിക്കിഷ്ടം. അതുകൊണ്ടാ പൗലോസപ്പോസ്തലൻ പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ കാക്ഷിക്കുന്നു. അത് അത്യുത്തമമാണ്, ഇല്ലയോ? പിന്നെ ഞാൻ ശരീരത്തിലായിരിക്കുന്നെങ്കിൽ അതെന്റെ വേലയ്ക്ക് പ്രയോജനം വേണം. അത് ഇവിടെ വായി നോക്കിയാണെന്നിട്ട് എന്താ കാര്യം, ഇല്ലേ? ഒരു മനുഷ്യന്റെ ആയുസ് 70, ഏറെയായാലും 80. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖപത്രം, അത്രയല്ലേ? ഞാൻ ഈ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്ന കൂട്ടത്തിൽ ചിലത് പഠിച്ചു വന്നപ്പോ എനിക്ക് വലിയൊരു രസം തോന്നി. എന്നാന്ന് വെച്ചാൽ, ഈ മനുഷ്യന് വന്ന ശാപം എന്ന് പറയുന്നത് ദ്രവത്വമാണ്. ദ്രവത്വം സംഭവിച്ചു. അന്നേരം അവനോട് കർത്താവ് ആദമിനോട് പറഞ്ഞു, നീ മണ്ണിൽ നിന്നെടുത്തു പൊടിയിലേക്ക് മടങ്ങി ചേരാൻ. ഏജിങ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ ആളുകളോട് ചോദിക്കത്തില്ലേ, ഹൗ ഓൾഡ് ആർ യു? നമ്മൾ വിചാരിക്കും അവര് നമ്മുടെ വയസ്സായി ചോദിക്കും. ഹൗ ഓൾഡ് ആർ യു എന്നുള്ളതിന്റെ മലയാളം എന്നെ, നിനക്ക് എന്നാ പഴക്കം ഉണ്ടെന്നാ ചോദിച്ചേണ്ട. മനസ്സിലായില്ലേ? എന്റെ ശരിയായ അർത്ഥം അതാ. ഹൗ ഓൾഡ് ആർ യു, എത്ര പഴക്കം ഉണ്ട്, അല്ലേ? ഒരു ദിവസം ജനിച്ച കുഞ്ഞാണെങ്കിൽ നമ്മൾ പറയും 1 day old എന്ന് പറഞ്ഞാൽ 1 ദിവസത്തെ പഴക്കം. 1 വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ നമ്മൾ പറയും 1 year old എന്ന് പറഞ്ഞാൽ 1 വർഷത്തെ പഴക്കമുണ്ട്, ഇല്ലേ? അപ്പൊ നമുക്ക് വന്നത് ഈ ദ്രവത്വം വന്നപ്പം, കറപ്ഷൻ വന്നു കഴിഞ്ഞപ്പോ ഈ ബോഡിക്ക് പഴക്കം സംഭവിക്കും. വളരെ കഷ്ടപ്പെട്ട അലർജി ഉണ്ടെങ്കിലും ചിലരൊക്കെ ഡൈ അടിക്കുന്നതാണ്. ഞാനതിനെ വിമർശിക്കുന്നില്ല. നിങ്ങൾക്ക് പുരട്ടണേ നിങ്ങൾ പുരട്ടുവോ, പുരട്ടാതിരിക്കുവോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഈ സാധനം, ഈ കെമിക്കൽ എല്ലാം കൂടെ തല തേച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദോഷമുണ്ടായിരുന്നു. അത് പോട്ടെ, അത് എന്റെ വിഷയമല്ല. പക്ഷേ ഏജിങ് എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ശരീരത്തെ കോശങ്ങൾക്ക്, നമ്മുടെ അസ്ഥികൾക്ക്, നാഡീജരമ്പുകൾക്കെല്ലാം പഴക്കം സംഭവിക്കും, അല്ലേ? മുടി എത്ര ഡൈ ചെയ്താലും, മുഖത്തെന്തോരം മേക്കപ്പ് ഇട്ടാലും, ചുണ്ട ലിപ്സ്റ്റിക് ഇട്ടാലും, പുരികം പറിച്ചാലും, നീ ഒരു 60 വയസ്സ് കഴിഞ്ഞ് ഒരു കയറ്റം കയറുമ്പോൾ നീ കിതച്ചു.
അത് ഏജിങ്ങിന്റെ പ്രശ്നമാണ്. അത് ദൈവത്തിന്റെ ശാപം. ഇനി അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറയുന്നത്, സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും. അല്ലെ, 8:18 നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ച ഇക്കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സായ സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പൊ ഹോൾ പ്രപഞ്ചം നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താണെന്നറിയോ? ദൈവമക്കളുടെ ഫ്രീഡം, സ്വാതന്ത്ര്യം, കർത്താവ് വന്ന് നമ്മളെ വീണ്ടെടുക്കുന്ന ദിവസം നോക്കി ഹോൾ യൂണിവേഴ്സ് ഇങ്ങനെ കാത്തിരിക്കുക. കാര്യം എല്ലാത്തിനും ദ്രവത്വമുണ്ട്. വൃക്ഷങ്ങൾ വളർന്നു കഴിഞ്ഞ് അതിന് പോട് വരും, അതിന്റെ കമ്പ് ഒടിഞ്ഞു വീഴും. ഈ പ്രപഞ്ചത്തിലുള്ള സകലതും, നമ്മളൊരു വീട് വെച്ച്, പുതിയ വീട് അങ്ങോട്ട് വെച്ചു, 2 വർഷം കഴിയുമ്പോൾ അറിയാം ഭിത്തിയുടെ അപ്പുറത്തൊരു പൊട്ടലുണ്ടാകും. 3 വർഷം കഴിയുമ്പോൾ പൈപ്പിന്റെ അവിടെ നിന്ന് ലീക്ക് തുടങ്ങുന്നത് കാണാം. ഇതെല്ലാം ഈ കറപ്ഷന്റെ ഭാഗം. മനസ്സിലായില്ലേ? പക്ഷെ നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട ആത്മാവിന് ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇവനങ്ങ് നമ്മളെ അങ്ങ് പേടിപ്പിച്ചെന്തോ. അതുകൊണ്ടാ പറഞ്ഞേ, നമ്മുടെ ആത്മാവ് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നെങ്കിൽ ഇവൻ നമ്മളെ പേടിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിലും ഒക്കെ അങ്ങനെ പറയുന്നേ. വാസ്തവമായിട്ടും നമ്മുടെ വീണ്ടെടുപ്പിന്റെ അതങ്ങോട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ട ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തി. മനസ്സിലായോ? അപ്പൊ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന നമ്മളെ ഒന്ന് തൊടാൻ ഇവന് പറ്റുമോ മക്കളെ? പിന്നെ എന്നാ പറഞ്ഞ ഇവിടെ പേടിപ്പിക്കുന്നു? ഇവിടെ നമ്മളെ ശരീരത്തിൽ ദണ്ഡിപ്പിക്കാം, അതല്ലേ ഉള്ളൂ. അവിടെയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഇങ്ങനെ ഇതെല്ലാം പറയുന്ന സമയത്ത് ഞാൻ ഇതൊന്ന് മാറിപ്പോകാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്റെ ഈ ശൂലം ഒന്ന് മാറിപ്പോകാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷെ അന്നേരം കർത്താവ് ഒരു കാര്യം പറഞ്ഞു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്കും, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ കണ്ടോ, അപ്പൊ നിനക്ക് എവിടെ ബലഹീനതയുണ്ടോ അവിടെ ഇറങ്ങി വരുന്ന ആ ദൈവശക്തി. നമ്മൾ പെണങ്ങല്ലേ ഇങ്ങനൊക്കെ അനാക്കണത്തിൽ ആന്റിയെ വിളിച്ച ഇങ്ങനൊക്കെ പറയും. എന്തോ ചെയ്യാൻ, ഈ തമ്പറടിച്ച് കീബോർഡ് എല്ലാം ഇട്ട് അങ്ങോട്ട് നമ്മുടെ നമ്മുടെ ന്യൂജൻ ഭാഷയെ പറഞ്ഞ മൂപ്പിക്ക്, കീബോർഡ് അങ്ങോട്ട് മൂപ്പിക്കുമ്പോൾ കയറി വരുന്നതല്ല ദൈവശക്തി. മനസ്സിലാവുന്നുണ്ടോ? പെണങ്ങണ്ട. ഈ ദൈവശക്തി എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, റോമാലേഖനം 8 നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണത്തിലോട്ട്, ഫ്രം ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്, ലോ ഓഫ് ലൈഫ് ആൻഡ് സ്പിരിറ്റ്, ആത്മാവിന്റെ ലെവലിലോട്ട് കയറ്റി നിന്നെ അങ്ങ് ലിബറേറ്റ് ചെയ്ത്, അതാ ഫ്രീഡം, അതാ സ്വാതന്ത്ര്യം. അപ്പൊ നീ ഇപ്പൊ നടക്കുന്ന എപ്പോ എന്തിനു വേണം? ആത്മാവിൽ നടക്കണം, ആത്മാവിലായിരിക്കണം 24/7. അല്ലാതെ എവിടെയെങ്കിലും ഒരു പാട്ട് പാടുമ്പോൾ ഓഹോ ഭയങ്കര ഞാനത് പറഞ്ഞ പെണം കുലിക്ക് തക്കത്ത എന്ന് പറഞ്ഞ പോലെ എല്ലാവരും അങ്ങ് ആത്മാവിലാകും. എന്തെങ്കിലും ഒരു വിടുതൽ പറയും, ഭയങ്കര വിടുതൽ പറയുന്നുണ്ടേ. നമ്മള് ശിംശോന് അപ്പൊ ഇവരുടെ കൂണുപടത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആത്മാവില്ല. അല്ല, 24 മണിക്കൂർ നീ ആത്മാവിലായിരിക്കും. അങ്ങനെയാണ് നത്തിങ് ക്യാൻ ബോദർ. നമ്മളെ എപ്പോഴും താഴോട്ട് വലിച്ച് ഈ ഫിസിക്കൽ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത് ഇവന്റെ ജോലിയാണ്. ഇവൻ നമ്മളെ മുകളിലോട്ട് പോകാൻ അനുവദിക്കത്തില്ല. ഭൂമിക്ക് ഒരു പ്രശ്നമുണ്ട്, അതിനൊരു ഗുരുത്വാകർഷണം, അതെപ്പോഴും നമ്മളെ ഡൗൺ ടു എർത്ത് പിടിച്ചു നിർത്തും. ഇപ്പൊ ചുറ്റുമുള്ളതും കണ്ട് ഇവിടുത്തേതും പറഞ്ഞ് നമ്മൾ ഇവിടെ നിൽക്കും. ഇതിനെ അങ്ങോട്ട് നമ്മൾ ചവിട്ടി താത്തിട്ട് ആത്മമണ്ഡലത്തിലോട്ട് കയറി ജീവിക്കാൻ തുടങ്ങിയ സാധാരണ മനുഷ്യനെ ബാധിക്കുന്നതോട് ഇത് തന്നെ ബാധിക്കും. അതാണ് നമ്മൾ ആ ലെവലിലോട്ട് വരണമെങ്കിൽ നമ്മൾ ആ ആത്മമണ്ഡലത്തിൽ തന്നെ നിൽക്കുന്നവരായിരിക്കും. ഇത് വലിയൊരു ബാറ്റിലാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു നിസ്സാര കാര്യമല്ല. ഇറ്റ്സ് എ ബിഗ് ബാറ്റിൽ. അവിടെ നിൽക്കാൻ നമ്മളെ ഇവൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവിടോട്ട് കയറി ഇവന് കൈയെത്തത്തില്ല. എന്നെ ഏതോ ഒരു നിസ്സാര കാര്യങ്ങളോ എന്തു ആയിക്കോട്ടെ, അത് വലിയൊരു വിമർശനത്തിന് ഞാൻ വിധേയായി. സത്യത്തിൽ മനസ്സാവാതെ ഞാൻ അറിയാത്ത ഒരു കാര്യം. ആദ്യം എനിക്ക് കരച്ചിൽ വന്നു. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, നീ എന്തിനാ കരയുന്നത്? വൈ ഷുഡ് ഇറ്റ് അഫക്റ്റ് യു? അവരുടെ കൊള്ളാത്ത ലെവലിലോട്ട് നീ കയറാൻ.
ഒരുത്തിന് എറിഞ്ഞാൽ നീ അവന്റെ ലെവലിൽ നിൽക്കുമ്പോഴല്ലേ നിനക്ക് ഏറ് കൊള്ളുന്നത്. ഞാൻ പറയുന്ന ഒന്ന് ഗ്രഹിച്ചേ, നിങ്ങൾ ആത്മാവിൽ ഗ്രഹിച്ചേ. ഒരാളെ കല്ലെടുത്തെറിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് കൊള്ളണമെങ്കിൽ അവന്റെ ഏറ് കൊള്ളുന്ന ലെവലിലാണ് നീ നിൽക്കുന്നേ. അപ്പൊ ഉണ്ട് അവൻ പറയുന്നതും മിണ്ടുന്നതും അവൻ ചുണ്ടനക്കുന്ന എല്ലാം നിന്നെ ബാധിക്കും. നീ അതിൽ നിന്ന് മുകളിലോട്ടൊന്ന് പോയി, മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവന്റെ കല്ല് അത്രയും പൊക്കത്തിൽ വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഏറ് കൊള്ളാത്ത ലെവലിൽ നീ കയറി വരണം. മാറ്റം നിന്നിലാ സംഭവിക്കണ്ടേ? നിന്റെ ശുശ്രൂഷ കൊണ്ട്, നിന്റെ ജീവിതം കൊണ്ട്, നീ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം കൊണ്ട് നിന്നെ ആർക്കും തൊടാൻ കഴിയാത്ത നിലയിലേക്ക് നീ വളരണം. കർത്താവെ അവരുടെ വായ അടയ്ക്കണേ, വേണ്ട അവര് പറഞ്ഞോട്ടെ. ബ്രിട്ടനിലെ ക്യൂന് അങ്ങോട്ട് പോകുന്നുണ്ടേ വഴിയിലുള്ള ഒരുപാട് പട്ടികൾ കുരയ്ക്കും. അവിടെ എങ്ങനെ നിന്ന് ബ്രിട്ടനിലെ ക്യൂന് ഈ പട്ടിയോടൊന്നും സംസാരിക്കാറില്ലുണ്ടോ? ദ ഡോഗ്സ് വിൽ ബാർക്ക് ബട്ട് ദ കാരവൻ വിൽ മൂവ് ഓൺ. അങ്ങനെ വഴി നിൽക്കുന്ന പട്ടികൾ കുരയ്ക്കും, പക്ഷെ രാജ്ഞിയുടെ വണ്ടി അങ്ങനെ അങ്ങോട്ടങ്ങ് പോകും. മനസ്സിലാവുന്നു എന്ന് പറഞ്ഞ പോലെ ലെറ്റ് ദം ഡു. അതൊന്നും നമ്മുടെ വിഷയമല്ല. ഇറ്റ് ഷുഡ് നോട്ട് എഫക്ട് യു. ഒന്നും നിന്നെ ബാധിക്കാത്ത ലെവലിലേക്ക് നീ കയറി വരണം. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് തൊട്ടാവാടിത്തമല്ല. നമ്മുടെയൊക്കെ പറമ്പിലുണ്ട് തൊട്ടാവാടി, എനിക്ക് അതിനെ വലിയ ഇഷ്ടമാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തില് കർത്താവ് കൊടുത്ത ഒരു വിശേഷ കൃപയാ അതിന്. ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അതങ്ങ് വാടി പോലെ നിൽക്കും, പിന്നെ അതിനെ ആരും മൈൻഡ് ചെയ്യത്തില്ല. അവര് പോയി കഴിയുമ്പോൾ അത് പിന്നെ നിവർന്നു കഴിയും. കേട്ടോ? അതൊരു വലിയ നമ്പറാന്ന് എനിക്ക് തോന്നുന്നത്. ആരേലും അതിനെ ഒന്ന് തൊട്ടാൽ മതി, പെട്ടെന്ന് ഇലയെല്ലാം കൂമ്പി അത് വാടി പോലെ നിൽക്കും. അവരങ്ങ് പോയി കഴിയുമ്പോൾ അത് പിന്നെ അപ്പൊ എനിക്ക് തോന്നുന്നു തൊട്ടാവാടിക്ക് മനുഷ്യരോട് വലിയ പുച്ഛമാണ്. എടാ ഇവനെ ഞാൻ മണ്ടനാക്കിയല്ലോ എന്നാണ് ഇവൻ വിചാരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ആത്മീയ ജീവിതത്തിൽ തൊട്ടാവാടികളാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഗിദെയോനോട് പറഞ്ഞ പോലെ നക്കിക്കുടിക്കാൻ ഏത് ലെവലിൽ പോയാലും പിടിച്ചു നിൽക്കാൻ കരുത്തുള്ളവരെയാ ദൈവത്തിന് വേണ്ടി. ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക്, ഒരു ഉണർവിന് വേണ്ടി ദൈവം ജനത്തെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സമയമായത്. ക്ഷീണിച്ചു പോകുന്നവരെ, മടുത്തു പോകുന്നവരെ അല്ല, പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവരെയാ ഈ രാത്രി ദൈവം അന്വേഷിക്കുന്നു. ദൈവം അന്വേഷിക്കുന്ന അതാണ്. എന്തേലും പറഞ്ഞാൽ ഉടനെ പിന്നെ അതിന് കരച്ചിലായി, ഇനി ഞാൻ അങ്ങോട്ടില്ല, എന്നെ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, പാസ്റ്റർ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, 2 ആഴ്ചയായിട്ട് ഇപ്പൊ പാസ്റ്റർ പറയുന്നില്ല, ഏതാണ്ടുണ്ട് പാസ്റ്ററുടെ മനസ്സിൽ. എനിക്ക് നമ്മളങ്ങനെ, ഇനി ഞങ്ങൾ ആ സഭയിലോട്ടില്ല. ഇതൊക്കെ വിശേഷ കൃപകളാ കേട്ടോ, ദൈവം തന്ന കൃപയൊന്നുമല്ല, ഇതൊക്കെ വിശേഷ കൃപകൾ. നീ നിന്റെ മനസാക്ഷിയിൽ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ മനുഷ്യരുടെ മുമ്പിൽ കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ ജീവിക്കണം. ദൈവസന്നിധിയിൽ നിന്റെ മനസാക്ഷി നിന്നെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ഇതൊന്നും നിന്നെ ബാധിക്കരുത്. കർത്താവ് ഒരിക്കലും എന്നോട് പറഞ്ഞു, നീ ചേമ്പലപ്പുറത്തെ വെള്ളം കണ്ടിട്ടുണ്ടോ? ചേമ്പലയുടെ മുകളിൽ വെള്ളം വീണ ചേമ്പലയിൽ നിങ്ങൾ അത് തുടക്കില്ല, വെള്ളം ഉരുണ്ടുരുണ്ട് നടക്കത്തേ ഉള്ളൂ. ഈ ലോകത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ ചേമ്പലപ്പുറത്തെ വെള്ളം പോലെ വേണം. മനസ്സിലായില്ലേ? ചേമ്പല വെള്ളത്തേലും തുടക്കില്ല, വെള്ളം ചേമ്പലയിലും തുടങ്ങത്തില്ല, അതിൽ ഉരുണ്ട് നടന്നു എന്ന് പറഞ്ഞ പോലെ ചുറ്റുമുള്ള കാര്യങ്ങൾ നിന്നെ ബാധിക്കാത്ത ഒരു മാനസിക മണ്ഡലത്തിലേക്ക് നീ എത്തിയെങ്കിൽ മാത്രമേ നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നിനക്ക് കരുത്ത് പ്രാപിക്കാനും വിടുതൽ പ്രാപിക്കാനും കഴിയുകയുള്ളൂ. ഞാൻ എടുത്ത വിഷയം അതാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങുകയാണ്. ഇത്രയും കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പൊ യേശു അവിടെ മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചെന്ന് മർക്കോസിന്റെ സുവിശേഷം പറയുന്നു. യേശു മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചിട്ടും ഒരു കനാന്യ സ്ത്രീ അവന്റെ അടുത്ത് ചെന്ന് അവനെ പിടികൂടി. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അവൻ ഇച്ഛിച്ചു, അറിയരുതെന്ന് ആരും അറിയരുതെന്ന് ഇച്ഛിച്ചു എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാദിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ. അപ്പൊ ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ പറയുക, ഇവളിങ്ങനെ ഇവിടെ തലമുറയ്ക്കൊരു വിഷയമുണ്ടായിട്ട് നമ്മളൊക്കെ നമ്മൾ മലയാളം പറയത്തില്ലേ, മലയാളം പറയുന്നുണ്ടേ, പഴമക്കാര് പറയുന്ന പോലെ പഠിച്ച പണി 18 നോക്കി എന്നൊക്കെ.
ഈ പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാത്തവരാ ഈ അവസാനം തപ്പി യേശുവിൻ്റെ കാര്യം. ഒരു കാര്യം നമ്മൾ വ്യക്തമായി പഠിക്കണം. യേശു വന്ന ഒരു കാലഘട്ടം, അവിടെ ഒരു ഭയങ്കര ശക്തമായ മതസമൂഹമുണ്ട്. അവർ യേശുവിനെ അംഗീകരിക്കാത്തത് ഒരു കാരണവശാൽ. മോശ മുഖാന്തരം ഞങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചു. ഇവനാരാ? തച്ചന്റെ മകനല്ലേ? പിന്നെ ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യൂസ എന്നവരുടെ സഹോദരനല്ലേ? ഇവനെ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇങ്ങനെ വിമർശിച്ച് ഇത്. അപ്പൊ എനിക്കൊരു സന്തോഷം തോന്നിയടാ, സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമി വന്നപ്പോ ഇത്രയൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മളെയൊക്കെ ഇത്രയല്ലേ പറയുന്നുള്ളെന്ന് ഓർത്താ സ്വോത്രം ഇല്ലയോ? സാക്ഷാൽ ദൈവപുത്രനായ യേശുക്രിസ്തു വന്നിട്ട് പറയാണ് അവൻ അച്ഛന്റെ മകനാ, ഞാൻ യാക്കോബ് യൂസയുടെ സഹോദരനാ. പിന്നെ ഇവന് എവിടുന്ന ഈ അറിവ്? ഇവന് ഇത്രയും അറിവ് എവിടുന്ന? ഇവൻ ഭൂതങ്ങളുടെ തലങ്ങളെ കൊണ്ടാ ഭൂതങ്ങളെ പുറത്താക്കുന്നു. അപ്പൊ ഈ മനുഷ്യ സ്വഭാവത്തിന് വല്ല മാറ്റവും വന്നിട്ട് ഇല്ല. അറിയാത്തതിനെ എല്ലാം കയറി വിമർശിക്കും. അറിയാത്തതിനെ വിമർശിക്കരുത് കേട്ടോ. നമ്മൾ നമ്മുടെ പണി ഈ വിധിക്കപ്പെടാതിരിക്കാൻ വിധിക്കരുതെന്ന് പറഞ്ഞ പോലെ അറിയാത്തതിനെല്ലാം കയറി അഭിപ്രായം പറയാതെ മിണ്ടാതെ സ്വോത്രം പറഞ്ഞങ്ങ് നടക്കുകയാണെങ്കിൽ ഒന്നുമല്ല, നിന്റെ തലമുറയ്ക്കൂടെ അത് അനുഗ്രഹം. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഇവളെ ജീവിതത്തിൽ അവളുടെ കുഞ്ഞു മകളുടെ ഒരു വിഷയമുണ്ടായിട്ട് കഠിനമായിരിക്കുന്നെന്ന് പറയുന്നത്. എന്റെ മകൾ ഭൂതോപദ്രവം കഠിനമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാമോ അതെല്ലാം അനുഭവിച്ചു എന്റെ കുഞ്ഞുമകൾ. അവളപ്പം എങ്ങനെയാണേലും ഇനിയിപ്പോ ഒന്നും കൊണ്ടും ഗുണമില്ല, യേശു കർത്താവിന്റെ അടുത്ത് പോയാലേ പറ്റുള്ളെന്ന് മനസ്സിലാച്ച അവളിങ്ങനെ എനിക്ക് തോന്നുന്ന സകല വഴികളും, ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പ് ഒന്നുമില്ല. ഇന്നിപ്പോ എല്ലാത്തിനും ഗൂഗിൾ മാപ്പും ഇന്നെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്തേലും അറിയത്തില്ലെങ്കിൽ ഉടനെ ഗൂഗിളിൽ തപ്പുക. ഇപ്പോഴാണെങ്കിൽ അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ല. അപ്പൊ അവള് എല്ലാ തൂണിനോടും തുരുമ്പിനോടും ചോദിച്ച് വന്ന് കർത്താവിനെ അവൾ കണ്ടുപിടിച്ചു. പെട്ടെന്ന് അവളുടെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷനായതല്ല. അവൻ മറഞ്ഞിരിക്കാൻ ഇച്ഛിച്ചിടത്ത് അവനെ ചെന്ന് കണ്ടുമുട്ടിയെന്ന് പറഞ്ഞപ്പോൾ എത്ര തീഷ്ണതയോടെ, എത്ര വില കൊടുത്ത് സമൂഹം മുഴുവൻ അവനെ കുറിച്ച് തിന്മ പറയുമ്പോഴും അവനെ അംഗീകരിക്കാത്തപ്പോൾ അവർക്ക് മനസ്സിലായി അവളുടെ തലമുറയുടെ ഭവിഷ്യത്തിന് ഒരു നീക്കുപോക്ക് വേണമെങ്കിൽ ഇവന്റെ അടുത്ത് വന്നാലേ പറ്റൂ. അപ്പോ ഒരു കനാന്യ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ ദാവീദ് പുത്ര, ഒക്കെ എങ്ങനെ അവൾക്ക് മനസ്സിലായി? നീ കർത്താവെ എന്നെങ്ങനെ അവള് വിളിക്കുന്നു? ഇവനെ ദാവീദ് പുത്ര എന്നെങ്ങനെ വിളിക്കുന്നു കേട്ടോ? അപ്പൊ അത്രയും വില കൊടുത്ത് കർത്താവിനെ അന്വേഷിച്ച് വരണമെങ്കിൽ ഇവളുടെ മനസ്സിൽ ഇവര് പറയുന്ന പോലെ അച്ഛനായ യോസഫിന്റെ മകനെന്നോ യാക്കോബ് യൂസയുടെ സഹോദരനോ ഒന്നും അന്നല്ല. അവൾക്ക് ഇവനെക്കുറിച്ച് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ കർത്താവേ ദാവീദ് പുത്ര എന്ന് അവള് വിളിക്കുന്നത്. ആരും എന്തും പറയട്ടെ, ഞാനൊരു കാര്യം പറയാം. ബെന്തക്കോസിനകത്ത് ഇന്ന് പുതിയ തലമുറക്കാർ വരുമ്പം പണ്ടത്തെ നമ്മുടെ അപ്പച്ചന്മാര് കൊടുത്ത വില കൊടുത്തതൊന്നും അറിയാത്ത ഒരു തലമുറ എഴുന്നേറ്റത് കൊണ്ട് ഒരുപക്ഷെ മൂല്യച്യുതികൾ ഉണ്ടാകുമായിരിക്കും. ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതുകൊണ്ടൊന്നും ഈ മാർഗം മോശമായ ഒരു മാർഗമല്ല. ഏറ്റവും ശ്രേഷ്ഠമായ, അതിശ്രേഷ്ഠമായ ഒരു മാർഗമായി. ഇതൊരു മതമല്ല, ഇതൊരു മാർഗം. പിശാചിനൊരു വലിയ അമളി പറ്റി. പിശാച് വിചാരിച്ചു എന്നെ കുറെ പേരെ കൊണ്ട് ചീത്ത പറയിപ്പിച്ചാൽ ഞാൻ ഇത് വിട്ടേച്ച് മനോരമക്കാരുടെ അടുത്ത് പോയി പെന്തക്കോസിനെതിരെ എഴുതി പിടിപ്പിച്ച് ഇവർക്കെതിരെ ഇതൊക്കെ വെറും പൊള്ളയാണെന്ന് പറയുമെന്ന് ഇവൻ വിചാരിച്ചു. അവൻ മണ്ടനായിട്ടല്ലേ. ഈ ദമസ്കോസിന്റെ പടിവാതിക്കൽ പൗലോസ് അപ്പോസ്തലനെ ദൈവവുമായിട്ടൊരു കൂടിക്കാഴ്ച ഉണ്ടായതുപോലെ തന്നെ 18 ദീർഘവർഷം ജീവനുള്ള ദൈവത്തെ അന്വേഷിച്ച് അനുഭവിച്ചിറങ്ങിയ ഒരാളാണ്. എന്റെ യേശു ആരാണെന്ന് മനസ്സിലാക്കി ബോധ്യമായ ശേഷം അന്നെനിക്ക് ഒരു കടമില്ല, എനിക്കൊരു ബാധ്യതയില്ല, എന്റെ ഭർത്താവ് മദ്യപാനിയല്ല,
എന്റെ മക്കള് വരക്കൂത്തുകാരല്ല. കേരളം മുഴുവൻ ഓഫീസ്, ഇന്ത്യയിൽ 8 മെട്രോസിൽ ഓഫീസ്, ഇവിടെ ഇന്റർനെറ്റിന്റെ എന്താ പറയുന്നത്, ഇന്റർനെറ്റ് ലേഡി എന്ന് പറഞ്ഞറിയുന്നു, ടെക്നിക്കൽ എക്സലൻസിന് അവാർഡുകൾ മേടിക്കുന്നു, 10-16 വണ്ടിയുള്ള ഒരു ട്രാവൽസ് എനിക്കുണ്ട്. എല്ലാം ഉള്ളപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം, അത് ഇന്നിപ്പോ എന്റെ മകനെ ദൈവം എടുത്തത് കൊണ്ടോ, അല്ലെ എനിക്ക് ശരീരത്തിന് ഇച്ചിരി ക്ലേശം വന്നതുകൊണ്ടൊന്നും ഈ സത്യമൊന്നും വ്യാജമാകത്തില്ല മക്കളെ. ഇതൊരു വലിയ പരമ സത്യമാണ്. ഇതിനപ്പുറത്തൊരു സത്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു സത്യത്തിന്റെ മാർഗമാണ്. ഇതൊരു അനുഭവമാണ്. അവൻ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ് ഏതെങ്കിലും ഒരു ഫോട്ടോയുടെ മുമ്പിൽ മെഴുകുതിരി വെച്ചിട്ടോ 2-3 ലൈറ്റ് ബൾബോ ഇട്ട് കൊടുത്തിട്ടോ ആ കിഴക്കോട്ട് തിരിഞ്ഞിട്ടോ അല്ല, ജീവനുള്ള ദൈവത്തെ ഈ പ്രപഞ്ചത്തിൽ വെച്ച് നീ അനുഭവിച്ചറിഞ്ഞാൽ നിന്റെ കഴുത്ത് വെട്ടിയിട്ടാലും നീ അവനെ തള്ളിപ്പറയത്തില്ല. ആദ്യത്തെ അവന്റെ ഒരു ട്രയൽ ആയിരുന്നു. പെന്തക്കോസ്തുകാരെ കൊണ്ട് എന്നെ ചീത്ത പറയിപ്പിച്ച ഞാൻ ഇത് ഇട്ടേച്ചങ്ങ് പോവാണ്. ഞാൻ എന്നും അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. പിതാവെ ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയാകൊണ്ട് ഇവരെ അത് ക്ഷമിക്കണേ, ഇവരെ അനുഗ്രഹിക്കണേ, എന്ത് വേണേ പറഞ്ഞു, എന്ത് പറഞ്ഞാലും എനിക്ക് അതൊന്നും എന്റെ വിഷയമല്ല. രണ്ടാമത് എന്റെ കുഞ്ഞിനെ അങ്ങ് എടുത്തപ്പോ, എന്റെ ജീവനായിരുന്നു, അവനെ എടുത്തപ്പോ എന്റെ യേശുവിനെ ഞാൻ തള്ളി പറയുന്നത് ഈ മണ്ടം പിശാച് വിചാരിച്ചു. മൂന്നാമത് എനിക്ക് ശരീരത്തിന് ക്ലേശം വരുത്തിക്കൊണ്ട് അവൻ വിചാരിച്ചു, അവിടെ കിടന്നുകൊണ്ട് ഞാൻ തള്ളി പറയുന്നു. മണ്ടനാ, വലിയ ദൈവത്തിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിട്ടൊക്കെ ഇരുന്നെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ അവൻ ആള് തെറ്റി കളിക്കുന്നു. മനസ്സിലായില്ലേ? ജീവനുള്ള ദൈവത്തെ പൗലോസ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ആ ഡെമസ്കോസിന്റെ എൻകൗണ്ടർ കഴിഞ്ഞിട്ട് പൗലോസിനോട് ഒരിടത്ത് പറഞ്ഞു, ഇടാ നീ അവിടെ പോയാൽ നിന്നെ ഇങ്ങനെ ഇവര് ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ഇങ്ങനെ കൈയും കാലം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെ പൗലോസ് പറഞ്ഞു, അതല്ല, അവന് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ്. എടാ നീ ഒരു സത്യം മനസ്സിലാക്കിയ അവിടെ നീ പിടിച്ചു നിൽക്കണം. അവിടെയാ നീ പിടിച്ചു നിൽക്കേണ്ടത്. ഞാൻ 3 ദിവസം ഉപയോഗിച്ചു, ഞാൻ 7 ദിവസം ഉപയോഗിച്ചു, ഞാൻ 21 ഇരുന്നു, 40 ഇരുന്നു, എന്നിട്ടും മറുപടിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ അബ്രഹാമിനോട് നിന്റെ കടിപ്രദേശത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു മകനുണ്ടാവും എന്ന് പറഞ്ഞില്ലേ? 15-ാം അധ്യായത്തിൽ പറഞ്ഞല്ലേ, ഉൽപ്പത്തി 15. 16-ാം അധ്യായത്തില് സാറ പറഞ്ഞ കേൾക്കാൻ അബ്രഹാമിനോട് ആര് പറഞ്ഞു? അബ്രഹാമിനോട് ആര് പറഞ്ഞു? ഇടാ ദൈവം പറഞ്ഞ അവധിക്ക് സാറ ഗർഭിണിയായിരുന്നു, മകനെ ഗർഭം ധരിച്ചു. ഇടാ ദൈവം തീരുമാനിച്ച സമയമുണ്ട്. നിന്റെ വിഷയത്തിന്മേൽ വിടുതൽ കൽപ്പിക്കാൻ ദൈവം തീരുമാനിച്ച സമയമുണ്ട്. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള കൃപ പ്രാപിച്ചോണം. പൗലോസിനോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അപ്പൊ ബലഹീനത ഉള്ളിടത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തി ഉണ്ട്, അത് പ്രാപിച്ചോണം. അതാ പ്രാപിക്കേണ്ടത്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു. അപ്പൊ എവിടെ വീക്ക്നെസ് ഉണ്ടോ, വീക്ക്നെസ്സിൽ ഇറങ്ങി വരുന്ന ഒരു പവർ ഉണ്ട്. മനസ്സിലായില്ലേ? ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടുകൂടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. എന്ത് പരിശുദ്ധാത്മ എഴുതിയിരിക്കുന്നു. എല്ലാരും വലിയ പദവി ഉണ്ടാകുമ്പോ, എല്ലാരും പണമുണ്ടാകുമ്പോ, എല്ലാരും വലിയ ആരോഗ്യമുണ്ട്, ഈ എന്താ മസിൽ പവറൊക്കെ കാണിക്കുമ്പോ അതെല്ലാം ഉള്ളപ്പോ പ്രശംസിക്കുമെന്ന് പറഞ്ഞേ. ഇവിടെ ഒരു ദൈവമനുഷ്യൻ പറയാം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു ദൈവമനുഷ്യൻ പറയാം, ഞാൻ എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ സന്തോഷത്തോടൊന്നുമല്ല, അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ചങ്കൂറ്റമുണ്ടോ? ഞാൻ ഇന്നൊന്ന് വെല്ലുവിളിച്ച് ചോദിക്കുക, ബലഹീനതയിൽ പ്രശംസിക്കാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടോ? നീ വലിയ സ്വോത്രം പറയും, നീ 21 ഇരിക്കും, 40 ഇരിക്കും, നിനക്ക് പറയാൻ ഒത്തിരി അതുകൊണ്ട് അത് ഇത് എന്നൊക്കെ പറയും. ഇന്ന് എന്റെ ഒരു ചോദ്യം അതാ, നിന്റെ ബലഹീനതയിൽ നിനക്ക് പ്രശംസിക്കാൻ ചങ്കൂറ്റമുണ്ടോ? സ്വോത്രം കർത്താവേ, ഇങ്ങനെ ഒരു കാര്യത്തിന് നീ എന്നെ തെരഞ്ഞെടുത്തിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോ പിന്നെ കണ്ടോ, ഈ നമ്മുടെ പത്രോസില്ലേ,
പത്രോസ് പറഞ്ഞു, കർത്താവേ, പിന്നെ ഞാൻ നിന്റെ കൂടെ മരിക്കാനും തടവിലാകാനും തയ്യാറാണ്. നമ്മൾ ഈ വാചകം അടിക്കുമല്ലോ, നമ്മൾ ഭയങ്കര വാചകം അടിക്കാൻ, വിശേഷിച്ച് മലയാളികൾ. ഞാൻ നിന്റെ കൂടെ മരിക്കാൻ തടവിലാകാനും ഞാൻ തയ്യാറാണ്. ഉടനെ കർത്താവ് പറഞ്ഞു, ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ഞാൻ വിട്ടുകൊടുത്തില്ല. അപ്പൊ പലപ്പോഴും ദൈവത്തിനറിയാം ആര് പിടിച്ചു നിൽക്കുക. ഒരു പരിശോധന വരുമ്പോൾ ആര് പിടിച്ചു നിൽക്കുമെന്നുള്ളത് ദൈവത്തിനറിയാം, അല്ലേ? ദൈവത്തിനറിയാം. നമ്മുടെ വാചകടിയൊക്കെ വേറെ, ആർക്ക് ഇതിനുള്ള കപ്പാസിറ്റി. അപ്പൊ കപ്പാസിറ്റി ഉള്ളവനെ മാത്രമേ വിട്ടുകൊടുക്കത്തുള്ളൂ. 18 വയസ്സിൽ രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും എന്നെ തന്നെ ഞാൻ അശുദ്ധനാക്കത്തില്ലെന്ന് പറഞ്ഞ് ശാഖപദാർത്ഥങ്ങൾ കഴിച്ച് അല്ലാത്തത് കഴിക്കുന്നവരെ കഴിഞ്ഞ് ശോഭയുള്ളവനായി വെളിപ്പെടുത്തി കൊടുത്ത ദാനിയേലിനെയായി 80 വയസ്സിൽ ഇട്ടത്. എല്ലാരെയും ഒന്നും പരിശോധിക്കത്തില്ല. എനിക്ക് മാത്രം എന്നെ പോരാട്ടം എന്ന് പറഞ്ഞാൽ നിനക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നിന്നെ വിട്ടുകൊടുക്കുന്നത്. കപ്പാസിറ്റി ഇല്ലാത്തതിനെ ഒന്നും ദൈവം വിട്ടുകൊടുക്കത്തില്ല. മനസ്സിലായില്ലേ? അന്നേരം പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയുന്നവരെ കോഴി കൂവത്തിൽ. ഈ വാചമടിയല്ല, ദൈവത്തിനറിയാം. അപ്പൊ ഇന്ന് നിന്നെ ഒരു പ്രതിസന്ധി, നിന്നെ ഒരു പ്രതിസന്ധി കൂടെ കടത്തി വിടുന്നെങ്കിൽ വാട്ട് ഈസ് എ പേർപ്പസ്? ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപ പ്രാപിച്ചോണം. വേറെ ഒന്നും നമ്മുടെ വിഷയമല്ല. കർത്താവെ, പിടിച്ചു നിൽക്കാൻ എനിക്ക് നീ കരുത്ത് തരണം. നിന്റെ കൃപയാ എനിക്ക് വേണ്ടത്. ഞാൻ എൻ്റെ ബലഹീനതകളെ പ്രശംസിക്കാം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്ക് എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. നമുക്ക് ആർക്കറിയാം? സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് ചങ്കുറ്റമില്ല പറയാൻ. ഇതെല്ലാം കയ്യേറ്റം, നോക്കിക്കേ, ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്ക് എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണേ നമ്മളെപ്പോഴും പറയുന്നവർ. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ്. കണ്ടോ? അപ്പൊ ആ ദൈവശക്തി നമ്മളിലേക്ക് വരുമ്പോൾ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ശക്തനാകും. അപ്പൊ ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി വെളിപ്പെടണമെങ്കിൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മൾ പിടിച്ചു നിന്നേ മതിയാകും. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുക. അപ്പോ ഇവള് വന്നു പോയി, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നി, എന്നോട് കരുണ കാണുന്നു. എന്നിട്ട് പറയും, എന്റെ മകൾക്ക് ഉപദ്രവം കഠിനമായിരിക്കുന്നെന്ന് നിലവിളിച്ചു പറഞ്ഞു. ഒരു ചെറിയ വിഷയമല്ല. ഷീസ് ഗോയിങ് ത്രൂ എ വെരി ഹാർഡ് ടൈം. വല്ലാത്ത പ്രതിസന്ധിയാണ്. പൈശാചിക മണ്ഡലങ്ങൾ മനുഷ്യനെ ദണ്ണിപ്പിക്കുന്നത് എവിടെയാണെന്ന് ഈ അടുത്ത ദിവസം ഞാൻ പ്രസംഗിച്ചപ്പോ ഒരു അപ്പൻ മകനെയും കൊണ്ട് വന്ന് കർത്താവിന്റെ അടുത്ത് വരുന്നു. ചെറിയ പ്രായം തൊട്ട് ഇവനെ വെള്ളത്തിലും തീയിലും വിട്ട് ഇവനെ നശിപ്പിക്കാൻ നോക്കും എന്ന് പറഞ്ഞിട്ടാണ് അപ്പൻ വരുന്നത്. അപ്പൊ മക്കൾക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ അത് കണ്ടു നിൽക്കാൻ മാതാപിതാക്കൾക്ക് വലിയ ബുദ്ധിമുട്ട്, എസ്പെഷ്യലി മദേഴ്സിന്. ഈ പുക്കിൾക്കൊടി ബന്ധം എന്ന് പറയുന്ന ഒരു ചെറിയ ബന്ധമല്ല. അപ്പൊ ആ കുഞ്ഞുങ്ങളുടെ ചെറിയ മോഹം മാടിയാൽ അമ്മമാർക്കറിയാം. അപ്പൊ ഈ കുഞ്ഞുമകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കും പറയുമ്പോ ആ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, നമുക്കൊന്നും പറയാൻ വയ്യാത്ത കാര്യങ്ങളായിരിക്കും കുട്ടി ഒരു പക്ഷെ ചെയ്യുന്നത്. അപ്പൊ അത് കഠിനമായിരിക്കുന്നു എന്നാ പറഞ്ഞു. ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും പറഞ്ഞില്ല. ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്നെ മൈൻഡ് പോലും ചെയ്തില്ലെന്ന് നമ്മൾ പറയും. ചിന്തിച്ചു നോക്കിക്കേ. ഇവനെ മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചെടുത്ത് തപ്പിപ്പിടിച്ച് ഇവന്റെ അടുത്ത് ചെന്ന് നിലവിളിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് ഭൂതോപദ്രവം അപേക്ഷിച്ചു എന്ന് പറഞ്ഞു മർക്കോസിന്റെ. അപ്പൊ ഇവിടെ നോക്കിക്ക്, ഇവള് നിലവിളിച്ചു, വാവിട്ട് കരഞ്ഞോണ്ടാ പറയുന്നു. അപ്പൊ എത്രയോ പുരുഷാര് അവന്റെ കൂടെയുണ്ട്, ശിഷ്യന്മാർ അവന്റെ കൂടെയുണ്ട്, ആ വീട്ടിലുള്ളവരുണ്ട്. ഇവരുടെ എല്ലാം മധ്യത്തിൽ അവള് ആർത്തലച്ച് കരഞ്ഞോണ്ട് പറയാണ്, എന്റെ കുഞ്ഞുമകൾക്ക്
എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കും. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞു. ഇത് കൂടിയല്ല ഒരു ഇൻസൾട്ട് ഉണ്ടോ എൻ്റെ ഉള്ളിൽ? നമ്മളാണേ കർത്തൃമേശയുടെ സമയത്ത് സ്നേഹചുംബനം തന്നില്ലേ, അന്നേരം നമ്മുടെ മുഖം മാറും. ഇപ്പൊ ഏതായാലും ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് കൊണ്ട് കൈ കൊടുക്കാൻ പറ്റത്തില്ല, അത് ഭാഗ്യമായി. അല്ലെ കൈ തന്നില്ല, നമുക്ക് ബുദ്ധിമുട്ടാണ്. അന്നേരം നമ്മുടെ മുഖം പാടും. ഇത്രയും മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് നിലവിളിച്ച് പറഞ്ഞിട്ട് യേശു ഒറ്റ വാക്കുപോലും പറഞ്ഞ് അവളെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോ എങ്ങനെ അവളെ നമ്മളാന്ന് എന്തോ? നമ്മളാണെങ്കിൽ രണ്ടാമതൊന്ന് പോകും, പോകത്തില്ല. പക്ഷെ നോക്കിക്കേ, അവൻ അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞു. അവന്റെ ശിഷ്യന്മാർ അടുക്ക ചെന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരും. അപ്പം ഇവര് പോകുന്നതിന്റെ പുറകെ ഇവളും പോവാ. ഇവള് മിണ്ടാതല്ല പോകുന്നത്, നിലവിളിച്ചുകൊണ്ട് പോവാ. ശിഷ്യന്മാര് പറയാണ്, അവൾ നമ്മുടെ പിന്നാലെ, യേശുവിന്റെ അടുത്ത് എന്നേച്ച് പറയാണ്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു. ഇതെന്തൊരു ഉപദ്രവം! ശിഷ്യന്മാര് പറയുന്നേ, ഇവിടെ പണ്ട് യേശു ഈ ജനത്തോട് സംസാരിച്ചു, നേരം വൈകിയപ്പോ ഇവരെ പറഞ്ഞയക്കണം, ഇവർക്കെല്ലാം കൂടെ ഭക്ഷണം കൊടുക്കാനൊന്നും നമ്മുടെ കയ്യിലില്ല, ഇവരെ പറഞ്ഞയക്കണം. ശിഷ്യന്മാര് ഇങ്ങനെയുള്ളതൊക്കെ അങ്ങ് ഒഴിവാക്കാൻ. ഇവിടെ ആണേലും പറയുന്നത് കണ്ടോ, അവര് പറയാണ് അവളോട് ഒരു വാക്ക് ഉത്തരം പറഞ്ഞു. അവന്റെ ശിഷ്യന്മാർ അടുക്ക ചെന്ന് നമ്മുടെ പിന്നാലെ അവരെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. ഇവരും അപേക്ഷിച്ചു, എങ്ങനെങ്കിലും അവളെ അങ്ങ് പറഞ്ഞയക്കും, ഗെറ്റ് റിഡ് ഓഫ് ഹർ. അപ്പം അതിനവൻ അടുത്ത രണ്ടാമത്തേത്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവളൊരു കനാന്യശ്രീ, ഞാൻ വന്നത് എൻ്റെ സ്വന്തം ഇനത്തിന്റെ അടുത്ത്, എന്നെ നിന്റെ അടുത്തോട്ട് വിട്ടിട്ടില്ല. എന്നെ അയച്ചിരിക്കുന്നത് എൻ്റെ ഇനത്തിന് വേണ്ടി. എന്തൊരു ക്രൂരമായ ഒരു മറുപടിയാണ്. നമ്മളെന്തേലും ഓർക്കും, ഹൗ ക്രൂവൽ ഹി ക്യാൻ. ഒരു ദാക്ഷിണ്യം കാണിക്കാൻ എന്തൊരു സംസാരമാണ്. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ വിഷയം എന്റേതല്ല. ഇറ്റ്സ് നോട്ട് മൈ ഇഷ്യൂ. എന്റെ ഇഷ്യൂ എന്റെ ജനത്തിന്. നമുക്കറിയാം, പാർട്ടിയിലുള്ള ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായ പാർട്ടിക്കാരത് ഏറ്റെടുക്കും. ഞങ്ങളുടെ പാർട്ടിക്കാരാണ്. പാർട്ടിയിലല്ലാത്ത ഒരുത്തൻ ചെന്ന് കഴിഞ്ഞാൽ അവർ മൈൻഡ് ചെയ്യത്തില്ല, ഇല്ലയോ? നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ ഇല്ലയോ? അങ്ങനെ എനിക്കറിയാം. അപ്പോ ഇനി IPC കാരന്റെ കാര്യമാണ് IPC-ക്കാർ കൺസേൺ, ചർച്ചക്കോടുകാരന്റെ കാര്യമാണ് ചർച്ചക്കോടുകാർ കൺസേൺ, AG-യുടെയാണ് AG കൺസേൺ, ഷാരോന്റെയാണ് ഷാരൻ കൺസേൺ, എന്താ സ്വതന്ത്രനാണ് സ്വതന്ത്രൻ. എല്ലാം ഞങ്ങളുടേതെന്നുള്ള ഒരു ഇതാണ്. എൻ്റേത്, ഞങ്ങളുടേത്. ഞാൻ ഈ കൺവെൻഷനൊക്കെ വെക്കുമ്പോൾ IPC-യിലെ ദേവദാസന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ IPC-യിലുള്ളവരെല്ലാം വരും. ബാച്ചറിയം പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ വരും. അവരവരുടെ ഇതിനെ അവരവരെ തിരിച്ചറിയും. അപ്പൊ കർത്താവ് അതുപോലെ പറഞ്ഞേ, നോക്കിക്കേ, കാണാതെ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളെ അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഐ എം നോട്ട് ബോതർഡ് അബൌട്ട് യുവർ ഇഷ്യൂ. നിന്റെ വിഷയം എന്റെ വിഷയമല്ല. നിന്റെ വിഷയം തീർക്കാനല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് എന്റെ സ്വന്തം ജനത്തിന്റെ വിഷയം തീർക്കാനാ. എന്തോ ഒരു റൂഡായിട്ട്, എന്തോ ഒരു കഠിന വാക്കായി പറയുന്നു. ആദ്യമേ അവളെ മൈൻഡ് ചെയ്തില്ല. നീ മൈൻഡ് ചെയ്ത് വർത്താനം പറഞ്ഞപ്പോഴും ഏറ്റവും ഹൃദയത്തിന്റെ ആഴങ്ങളിലോട്ട് മുറിവേൽപ്പിക്കുന്ന ഒരു പദമാണ്. എന്നെ എന്റെ ജനത്തിന്റെ അടുത്ത് അയച്ച് നിന്റെ കാര്യം നോക്കാനല്ലേ ഞാൻ വന്നു. എന്തൊരു അവഗണന, എന്തൊരു കഠിനമേറിയ വാക്ക്, എന്തൊരു മുറിവുണ്ടാക്കുന്ന വാക്ക്. നമ്മളാണെ അവിടുന്ന് ഒരു മനുഷ്യനും കാണാതെ ഭൂമി പുലർന്ന് തന്നെ ഞാൻ കൊണ്ടുപോയാൽ മതി കർത്താവേ, ഇതിൽ കൂടുതൽ ഒരു അപമാനം എന്തോ വരാം, ഇതിൽ കൂടുതൽ എന്തൊരു അപമാനം. ഈ ജനത്തിന്റെ മധ്യത്തിൽ, ഈ ശിഷ്യന്മാരുടെ മധ്യത്തിൽ ഇത്രയും മോശമായിട്ട് പറയുന്നു. നോക്കിക്കേ, ഇവനെ കുറിച്ച് എന്തെല്ലാം കേട്ടു. ഇവൻ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയവനാന്ന് കേട്ടു, പക്ഷപാതക്കാരനെ എഴുന്നേപ്പിച്ചവനാന്ന് കേട്ടു, ഇങ്ങനെ എന്തെല്ലാം കാര്യം അവൻ ചെയ്തു. പക്ഷെ എന്നോട് തന്നെയാണെങ്കിൽ നമ്മളാണ് പറയുന്നത്, ഞങ്ങൾ സ്ത്രീകളല്ലേ, സ്ത്രീകളോടൊക്കെ ഇച്ചിരി കൂടെ മാന്യമായിട്ടൊന്ന് സംസാരിച്ചു. നമ്മളെപ്പോഴും അങ്ങനെ സഹോദരിമാരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കണം.
ഇത് യാതൊരു മര്യാദയും. ആദ്യത്തെ പ്രാവശ്യം മൈൻഡ് ചെയ്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം വാ വിളിച്ചപ്പോഴോ കരണത്തടിക്കുന്ന പോലത്തെ വർത്താനം, ശരിക്കും അട്ടിക്കൊള്ളുന്ന വർത്താനം. അവര് പറഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു അവളെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, എന്നെ ഇങ്ങോട്ട് അവരുടെ കാര്യത്തിനല്ല വിട്ടേക്കുന്നത്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ലെന്ന് ഉത്തരം. എന്നാൽ അവള് വന്നേച്ച് കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവന്റെ കാൽക്കൽ വീണെന്നോ മറ്റുമാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നതായിരുന്നു. അവന്റെ കാൽക്കൽ വീണെന്ന് പറഞ്ഞു. അങ്ങ് നിലവിളിച്ച് അവന്റെ കാൽക്കൽ വീണു. അത് മർക്കോസിന്റെ സുവിശേഷം 7:26 പറയുന്നു, അവന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. എന്താ ഒരാടെ അതിൽ കൂടുതൽ ഒരു മനുഷ്യൻ എങ്ങനെ താഴാൻ പറ്റും? അവന്റെ കാൽക്കൽ വീണു. അപ്പൊ ഇത് പറഞ്ഞു. എന്നിട്ട് പറയാണ്, അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവന്റെ കാൽക്കൽ വീണു. അവനോ അടുത്തത് 3-ാമത്തെ ദിവസം അവന് മക്കളെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടു കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. ഇതിലും ഭേദം അവളെ പിടിച്ചു നിർത്തി 2 അടി അങ്ങ് കൊടുക്കുക. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ. എന്നാലോചിച്ച് നോക്കി. സ്വന്തം ജനമത്തിന്റെ അടുത്ത്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കാണ്. അപ്പൊ നീ ആരാ? അവളെ സദൃശ്യമാക്കുന്നത് നായ്ക്കുട്ടിയെ അല്ലെ? സ്വർഗരാജ്യത്തെ കടക്കത്തില്ലെന്ന് പറയുന്ന ഏകജീവി നായ്ക്കൾ, ബിംബാരാധികൾ, ക്ഷുദ്രക്കാർ, ഇങ്ങനെ സ്വർഗത്തിൽ കടക്കാത്തതിന്റെ പേര് പറഞ്ഞ കൂട്ടത്തിൽ നായുണ്ട്. അപ്പൊ പറയാണ്, നായ്ക്കുട്ടികൾക്ക് ഈ മക്കളപ്പം കൊടുക്കത്തില്ല. നമുക്കിത് പ്രാർത്ഥിക്കാൻ നല്ലൊരു പോയിന്റ് കേട്ടോ. കർത്താവെ, അപ്പം സൗഖ്യം എന്ന് പറയുന്നത് എന്തുവാ? മക്കളുടെ അപ്പം. മനസ്സിലായോ? കർത്താവ് തന്നെ പറഞ്ഞു, എന്തുവാ? നമ്മള് മക്കളാണെങ്കിൽ സൗഖ്യം നമ്മുടെ അവകാശമാണ്. ഇത് മക്കളുടെ അപ്പമാണ്. കർത്താവ് തന്നെ പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കൽ. അപ്പം സ്വന്തം ജനം എന്ന് പറയുന്നത് മക്കളാണെങ്കിൽ, നമ്മൾ മക്കളാണ്, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണെങ്കിൽ സൗഖ്യം നമ്മുടെ അവകാശമാണ്. അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്ന ഒരു പോയിന്റാണ്. കർത്താവെ, മക്കളപ്പം നീ പറഞ്ഞില്ലേ, ആ സൗഖ്യം എനിക്ക് നീ തരണേ എന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ട്. അപ്പൊ 27-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കണം. മത്തായിയുടെ സുവിശേഷം 15:27. അതിനവൾ അതേ കർത്താവെ സമ്മതിച്ചു. അതേ കർത്താവ്, നീ അങ്ങനെയാണോ എന്നെ കാണുന്നത്? ആയിക്കോട്ടെ. പക്ഷേ മക്കളുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകളുണ്ടല്ലോ, നായ്ക്കുട്ടികൾ ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്ക് തിന്നുന്നുണ്ടല്ലോ. ഉണ്ടോ? മതിയെന്നേ. അപ്പൊ അടുത്ത് നീ തരണ്ട. മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കില്ലേ? മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കില്ലേ? വേറൊരർത്ഥത്തിൽ ഒന്ന് നോക്കിക്കേ. ഉച്ച തൊട്ട് ഉള്ളങ്കാലം അവരെ തകർക്കപ്പെടാൻ നുറുക്കും. നാം അപ്പം നുറുക്കും പറയും. അപ്പം നുറുക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും ഇല്ലേ? കർത്തമേശ എടുക്കുമ്പോൾ പറയും അവന്റെ ശരീരം നുറുക്കപ്പെട്ടതുപോലെ. ആ നുറുക്കില്ലേ, ആ നുറുക്ക്, മേശയിൽ നിന്ന് വീഴുന്ന നുറുക്ക് നായ്ക്കുട്ടികൾ തിന്നുന്നില്ലേ? എനിക്കത് മതി, മക്കളത് തരണ്ട. മേശയെന്ന് വീഴുന്ന നുറുക്ക് അതിന് നായ്ക്കുട്ടിക്ക് കൊടുക്കാമല്ലോ. ഉണ്ടോ? എന്നാലോചിച്ച് നോക്കിക്കേ. സത്യം പറഞ്ഞ ഇവർക്കൊക്കെ ഒരു ഷെയ്ക്കാൻഡാ കൊടുക്കുന്നത്. നമ്മളെ സഹോദരിമാരുണ്ടല്ലോ, ഞാൻ പ്രത്യേകിച്ച് ആഹ്വാനം ചെയ്യാം. പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഒരിക്കലും മടുത്തു പോകാതെ പിടിച്ചു നിൽക്കാനുള്ള കൃപ ദൈവം നമ്മുടെ മേൽ പകർന്നു. ഒരു സാഹചര്യം കണ്ട് നീ ക്ഷീണിച്ചു പോകരുത്. നിനക്ക് ദൈവത്തിങ്കിൽ നിന്ന് മറുപടി കിട്ടിയില്ല എന്ന് വെച്ച് നീ മടുത്തു പോകരുത്. പിടിച്ചു നിൽക്കുവാൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനുള്ള കൃപ പ്രാപിച്ചു. ഈ ദിവസങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ നീ കാണാൻ പോവുകയാണ്. ഒരു ദൈവപ്രവൃത്തി. ഞാൻ ആത്മാവിൽ ദൂത് പറയുമ്പോൾ നിങ്ങളോട് പറയുന്ന ഈ ദൂത് ഞാനും ഏറ്റെടുക്കുകയാണ്. കാത്തിരുന്നില്ലേ?
ഇത്രയും നാള് പിടിച്ചു നിന്നില്ലേ? അവസാന നിമിഷത്തിൽ ഞാൻ എപ്പോഴും പറയും, കർത്താവ് കൈയും കെട്ടി നോക്കിയിരിക്കുക, പിശാചി വെല്ലുവിളിക്കുക, നോക്കിക്കുക, അവളിപ്പോ നിന്നെ തള്ളിപ്പറയാൻ പോവാ. ഇത്രയും നാള് നീ വലിയ കാര്യമൊക്കെ പറഞ്ഞില്ലേ, തള്ളിപ്പറയും എന്ന് പറയുമ്പോ നീ നിന്റെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്ക്. ഒരു ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. അത് കണ്ട് അനേകർ അത്ഭുതപ്പെടുന്ന ഒരു ദൈവപ്രവൃത്തി നീ കാണാൻ പോവുക. ഇതൊരു ചെറിയ വിഷയമല്ല, ഒരു ചെറിയ വിഷയമല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവളുടെ ഈ സുറഫനിക്കാരിയുടെ സ്ത്രീയുടെ ആ വിഷയം, കനാന്യ സ്ത്രീയുടെ വിഷയം ഒരു ചെറിയ വിഷയമല്ല. യേശു അവളോട്, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ട്. അപ്പം കർത്താവേ, നീ ആ ഉടയവൻ, ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. കണ്ടോ, നിന്റെ വിശ്വാസം വലിയത്. കണ്ടോ, ഇത്രയും നിന്നെ ഡിസ്വേഡ് ചെയ്ത്, ഇത്രയും നിനക്ക് മടുപ്പ് വരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടും നീ പോകാൻ നീ തയ്യാറല്ലല്ലോ. നിന്റെ വിശ്വാസം വലിയത്. നീ അടുത്ത ദൂത് കേട്ടോണം. ഈ രാത്രി പരിശുദ്ധാത്മാവ് ദൈവജനത്തോട്, ദൈവസഭയോട്, ദൈവദാസനോട് ദൂതാത്മാവിൽ ഞാൻ പറയാണ്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇതൊരു ചെറിയ വിഷയമല്ല. ഇതിനകത്തൂടെ നീ കയറി വരുമ്പോൾ ഇനി നിന്റെ ഇഷ്ടം പോലെ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ തലമുറയിലൂടെ നീ വേദന അനുഭവിച്ചെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്ത് നീ കഷ്ടം അനുഭവിച്ചെങ്കിൽ, നീ അവനെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ തയ്യാറായെങ്കിൽ, പരിശുദ്ധാത്മാവിന് ഇന്ന് നിന്നോട് പറയാനൊരു ദൂതുണ്ട്. നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഞാൻ ഈ വിഷയത്തിന്റെ ഗൗരവം നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഇത് നോക്കിക്കേ, ഒരു ചെറിയ വിഷയമല്ല. വേദപുസ്തകം നമ്മളെടുത്ത് പഠിക്കുമ്പോൾ വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഈ നോഹയുടെ കാലത്ത് സംഭവിച്ച ഒരു വിഷയമുണ്ട്. നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കമെല്ലാം ഉണ്ടായിക്കഴിഞ്ഞ് ഈ അതിൽ നിന്ന് നോഹയും കുടുംബം രക്ഷപ്പെട്ടു വരുമ്പോ, അതിന്റെ 9-ാം അധ്യായം വരുമ്പോ ദൈവം നോഹയോട് ഉടമ്പടി ചെയ്തു, ഇനി ജലപ്രളയം കൊണ്ട് ഞാൻ ഭൂമിയെ നശിപ്പിക്കുകയില്ല, ഭൂമിയെ നശിപ്പിക്കാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് നിയമം ചെയ്യുന്നുവെന്നും. നോഹ വാസ്തവത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ ഒരു യാഗം കഴിച്ചപ്പോൾ അതിന്റെ ആ യാഗത്തിന്റെ മണം ദൈവം അനുഭവിച്ചിട്ട് പറയുകയാണ്, ഇനി ഞാൻ നിന്നോടൊരു നിയമം ചെയ്യുകയാണ്. ഇനി വെള്ളപ്പൊക്കം മൂലം ദൈവം പിന്നെ നോഹയും അവന്റെ പുത്രന്മാരും അളിച്ചത്, ഞാനിതാ നിങ്ങളോടും നിങ്ങളുടെ സന്തതിയോടും ഭൂമിയിൽ നിങ്ങളോടുകൂടുള്ള പക്ഷികൾ, കന്നുകാലികളും കാട്ടുമൃഗങ്ങളുമായ സകല ജീവജന്തുക്കളും പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ട് സകലമായി ഭൂമിയിലെ സകല മൃഗങ്ങളോടും കൂടെ ഒരു നിയമം ചെയ്യുന്നു. ഇനി സകല ജഡത്തോടും ജലപ്രളയത്താൻ നശിപ്പിക്കുകയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയുമില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യും. അപ്പൊ ഈ അതിങ്ങോട്ട് കഴിഞ്ഞിട്ട് സദാകാലത്തേക്ക് നിയമം ചെയ്യുന്നെന്ന് പറഞ്ഞ് മേഘത്തിൽ മഴവില്ല് വെച്ചിട്ട് അടയാളമായിട്ട് ദൈവം അവരോടൊരു നിയമം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പെട്ടകത്തിൽ നിന്നിറങ്ങി പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവരായ നോഹയുടെ പുത്രന്മാർ ഷേമും ഹാമും യാഫത്തും ആയിരുന്നു. ഹാം എന്നവനോ കനാന്റെ പിതാവ്. ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ. അവരെ കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി, മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അവൻ അതിലെ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ വന്ന് തന്റെ 2 സഹോദരന്മാരെ അറിയിച്ചു. പഠിക്കണം ഈ വിഷയം. ഞാൻ ഇന്ന് ഈ ദൂതെടുക്കുമ്പോൾ വലിയ ഗൗരവമുള്ള ഒരു വിഷയത്തിന് സമാപ്തി ദൈവം കുറിക്കുകയാണ്. കാരണം പോലും നിനക്കറിയത്തില്ല എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞുമകൾക്ക് ഇത് വന്നു, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഇത് വരുന്നു, എന്തുകൊണ്ട് ഞാൻ ഇത് അനുഭവിക്കുന്നു എന്ന് നീ പോലും അറിയാതിരിക്കുമ്പോൾ. ഇവിടെ നോക്കിക്കേ, കനാന്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ വന്ന് തന്റെ 2 സഹോദരന്മാരെ അറിയിച്ചു. അവൻ 39:22 ഞാൻ വായിക്കുന്നു.
ശേമും യാഫത്തും ഒരു വസ്ത്രമെടുത്ത് ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു. അവർ മുഖം തിരിച്ചിരുന്നുകൊണ്ട് അവർ പിതാവിന്റെ നഗ്നത കണ്ടില്ല. നോഹ ലഹരി വിട്ടുണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞു. അപ്പോൾ അവൻ, കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ തന്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരുമെന്ന് പറഞ്ഞു. ശേമിന്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ, കനാൻ അവരുടെ ദാസനാകും. ദൈവം യാഫത്തിനെ വർദ്ധിപ്പിക്കട്ടെ, അവൻ ശേമിന്റെ കൂടാരങ്ങളിൽ വസിക്കും, കനാൻ അവരുടെ ദാസനാകും. കണ്ടോ, പിതാക്കന്മാരുടെ കാലത്ത് നോക്കിക്ക് ഒരുപക്ഷെ അഭിഷിക്തന്മാരെ അനാവൃതമാക്കിയത് ഒരു പിതാക്കന്മാരുടെ കാലത്ത് സംഭവിച്ച ഒരു വിഷയത്തിലൂടെ തലമുറയായി നിൽക്കുന്ന ഒരു ശാപത്തിന് ഇന്ന് ഈ 6-ാം തീയതി ആണെന്നാണ് എൻ്റെ വിശ്വാസം. രാത്രി ഞാൻ ഈ സംസാരിക്കുന്ന 8:45 മണിക്ക് സ്വർഗം ഒരു വിടുതൽ കൽപ്പിക്കുക. കാരണം കൂടാതെ ശാപം ഫലിക്കുന്നില്ലെന്ന് പറയുമ്പോൾ എവിടെയോ കാലങ്ങളായി നോക്കിക്കെ 4 തലമുറ വരെ ശാപം നിൽക്കുമെന്ന് പറയുമ്പോൾ പിതാക്കന്മാരുടെ കാലത്ത് ദൈവത്തിനെ ഒഫൻഡ് ചെയ്യത്തക്ക നിലയിൽ എന്തോ ഒന്നുകിൽ നീ അഭിഷിക്തന്മാരെ അനാവൃതമാക്കിയതായിരിക്കും, എവിടെയോ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളിലൂടെ തലമുറയായി നിൽക്കുന്ന ഒരു വിഷയം ഇന്ന് നിന്റെ തലമുറയെ പിടിച്ചിരിക്കുന്നുവെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം 6-ാം തീയതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാണ്, അവൾ പുറകെ നടന്ന് നിലവിളിച്ചു പുറകെ നടന്ന് നായ്ക്കുട്ടികളെ ഉടമന്റെ വേഷമേൽ നിന്ന് വരുന്ന അപ്പം നുറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളുടെ വിശ്വാസത്തിൽ അവൾ പിടിച്ചു നിന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, തലമുറയായി നിന്നെ വേട്ടയാടിയ ചില ശാപത്തിന് ഇന്ന് സ്വർഗം അറുതി കുറിക്കുകയാണ്. ഹല്ലേലൂയ! ഈ ദൂത് നിന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ഇന്ന് നിറവേറുകയാണ്. ഞാൻ ഈ പുസ്തകം വായിക്ക പോലും ചെയ്യാതെ വൈകിട്ട് 6:30 മണിയായപ്പോൾ ഞാനും മോനും എല്ലാം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗം ദൈവം എന്നോട് ഇടപെട്ടതാണ്. ഞാൻ പകൽ വായിച്ചിട്ടില്ല. ദൈവമക്കളെ, ഇന്ന് ദൈവം ഒരു വിഷയത്തിന്മേൽ വിടുതൽ കൽപ്പിക്കുക. നിനക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണെന്ന്. 10 രൂപ കയ്യിൽ കിട്ടിയാൽ ഉടനെ ആശുപത്രിയിലേക്ക് ഓടേണ്ടി വരുന്നു. 10 രൂപ കയ്യിൽ കിട്ടിയാൽ ഉടനെ ഒരു അറ്റകുറ്റപ്പണി വേണ്ടി വരുന്നു. എന്തെങ്കിലും ഒരു കാര്യം നന്മ ജീവിതത്തിൽ വരുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയാതെ ദുരന്തങ്ങൾ വേട്ടയാടിയ നിന്റെ ജീവിതത്തിന് ഇന്ന് ഒരു ശാപത്തിന് അറുതി കുറിക്കുന്നത് പോലെ സ്വർഗം പറയാണ്, നിന്റെ തലമുറയ്ക്ക് മാത്രമല്ല, ഇനി നിന്റെ ഇഷ്ടം പോലെ. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നോക്കിക്കേ, നിന്റെ ജീവിതത്തിനെ വേട്ടയാടിയ ചിലതിന് ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് ഈ രാത്രി. ചിലതിന് അറുതി കുറിക്കുന്നു. യാക്കോബ് വിളിച്ചു പറഞ്ഞ പോലെ മതി മതി. അവന് വീണ്ടും ചൈതന്യം വന്നു. അതെ, വീണ്ടും ചൈതന്യം വരാൻ പോവുകയാണ്. കാണത്തില്ല, ഒരിക്കലും കാണത്തില്ല. ദുഷ്ടമൃഗങ്ങൾ അവനെ കടിച്ചു കീറിയെന്ന് പറഞ്ഞ് അവന്റെ ചോര പുരണ്ട വസ്ത്രം കൊണ്ട് കാണിച്ച ആ യാക്കോബ് പറഞ്ഞുകൊണ്ടിരുന്നു, എന്റെ നരയെ നീ ദുഃഖത്തോടെ പാതാളത്തിൽ അയക്കുമെന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞ് ആ യാക്കോബിന്റെ മുമ്പിൽ നോക്കിക്കേ, ഇന്നിപ്പോൾ ഇവര് ജീവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് പോലും വിശ്വസിച്ചില്ല. ജോസഫ് ജീവനോടിരിക്കുന്നു എന്ന്, അവൻ മിസ്രയീം ദേശത്തിനൊക്കെ അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി. അവർ പറഞ്ഞത് വിശ്വസിച്ചതുമില്ല. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാണ്, നോക്കിക്കേ, യോസഫ് അയച്ച രഥങ്ങളെ കണ്ടു. നീ കേട്ടിട്ട് വിശ്വസിക്കാത്ത ചിലത് നീ കാണാൻ പോവാ. കേട്ടിട്ട് വിശ്വസിച്ചില്ലേ, ദൈവം ചിലത് നിന്നെ കാണിക്കാൻ പോവുകയാണ്. ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ഞാൻ ഈ രാത്രി ദൂത് ചാടിപ്പിടിക്കുക, നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരുത്തക്കണം. അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്താൻ പോവുകയാണ്. തീർന്നെന്ന് ശത്രു പറഞ്ഞു, അവസാനിച്ചെന്ന് ശത്രു പറഞ്ഞു, ഗതി കിട്ടുകയെന്ന് ശത്രു പറഞ്ഞു, നടക്കത്തില്ലെന്ന് ശത്രു പറഞ്ഞു, എല്ലാം തീർന്നെന്ന് പറഞ്ഞിടത്ത് ചൈതന്യം വീണ്ടും വന്നു. നിന്റെ ആദ്യ നാളുകളെ കഴിഞ്ഞു, നിന്റെ അന്ത്യം അതിമനോഹരമായിരിക്കും കേട്ടോ.
ദൂതായത് ഏറ്റെടുത്തോണം. മതി, എന്റെ മകൻ ജോസഫ് ജീവനോടിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണുമെന്ന് ഇസ്രായേൽ പറഞ്ഞു. അപ്പൊ കാണത്തില്ലെന്ന് പറഞ്ഞത്, കേട്ടിട്ടും വിശ്വസിക്കാത്തത്, ചിലത് കാണാൻ പോവാ. ഈ രാത്രി പരിശുദ്ധാത്മാ വ്യക്തമായി ദൂത് പറയുകയാണ്. അതുകൊണ്ട് വിട്ടുകൊടുക്കണ്ട, മതിയെന്ന് പറയണ്ട, മടുത്തുപോയെന്ന് പറയണ്ട. നോക്കിക്ക്, ആ കനാന്യ സ്ത്രീയെ പോലെ പുറകെ നടക്ക്, വിട്ടുകൊടുക്കരുത്. കാര്യം ഒരു ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിനകത്ത് നടക്കാൻ പോവാണ്. നിന്റെ തലമുറയിൽ മാത്രമല്ല, ഇനി ഒരു ശാപം നിന്നെ വേട്ടയാടത്തില്ല. കനാൻ മുഖാന്തരം വന്ന ഒരു കുലത്തിന്റെ ശാപം, ഒരു കുലത്തിന്റെ ശാപത്തിന് അറുതി ദൈവം കുറിക്കുകയാണ്. കനാൻ ശപിക്കപ്പെട്ടവനൊന്നാന്ന് പറഞ്ഞെങ്കിൽ ആ ശാപം നോക്കിക്ക് അനുഗ്രഹമായി കർത്താവിലൂടെ തിരിക്കണമെങ്കിൽ നിന്റെ വിശ്വാസം വലിയത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. അവളുടെ കുടുംബത്തിനകത്തെ പ്രശ്നം, സ്വന്തം ജീവിതത്തിലെ പ്രശ്നത്തിന് അറുതി കുറിക്കാൻ പോവാണ്. സ്വന്തം കുടുംബത്തിലെ വിഷയത്തിന് അറുതി കുറിക്കാൻ പോവാണ്. തലമുറയുടെ വിഷയത്തിന് മറുപടി കിട്ടാൻ പോവാണ്. നീ ഭാരപ്പെട്ട വിഷയങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ തല കുനിക്കേണ്ടി വന്ന പല വിഷയങ്ങൾ, അതിൽ നിന്നെല്ലാം ദൈവം നിന്റെ തല ഉയർത്ത. നീ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വം, എന്റെ തല ഉയർത്തുന്നവനുമാ. നിന്റെ തല ദേശത്ത് ഉയർത്തുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ പിടിച്ചു നിൽക്ക്. ഇതിന്റെ വിശ്വാസം വലിയത് എന്ന് പറഞ്ഞത് ഒരു സാധാരണക്കാരനല്ല. യേശു കർത്താവളോട് പറയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. രാത്രി വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസന് നന്ദിയും വന്ദനവും സ്നേഹം അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ്